ആരും ഏറ്റെടുക്കാത്ത ശബ്ദങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് കൂടുതൽ ശബ്ദം അവർക്ക് നൽകി എന്നത് തന്നെയാണ് വെൽഫെയർ പാർട്ടിയെ വ്യതിരക്തമാക്കുന്നത്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും പൊതു സമൂഹത്തിനുണ്ടാകുന്നൊരു സംശയമാണ്, ഇത് ജമാഅത്തെ ഇസ്ലാമിയുടെ സംഘടനയാണോ അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു പോഷക സംഘടനയാണോ എന്നുള്ളൊരു സംശയം. ജമാഅത്ത് ലീഡേഴ്സും പ്രവർത്തകരൊക്കെ പല രൂപത്തിൽ അതിൽ പങ്കാളികളായിട്ടുണ്ട്. ഇതൊരു സ്വതന്ത്ര രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഇന്ത്യയിലെ മതനിരപേക്ഷ കക്ഷികൾ BJPയെ കാണുന്നത് പോലെ കേരളത്തിലെ മതനിരപേക്ഷ കക്ഷികൾ BJPയെ കണ്ടു തുടങ്ങിയിട്ടില്ല. ഇന്ത്യ രാജ്യത്ത് അവഗണിക്കപ്പെട്ട ജനവിഭാഗങ്ങളുടെ രാഷ്ട്രീയത്തെ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു പ്രസ്ഥാനമാണ് വെൽഫെയർ പാർട്ടി. ഇടതു വലതു മുന്നണികൾക്കിടയിൽ നിന്നുകൊണ്ട് BJPയെ പരാജയപ്പെടുത്തുക എന്നുള്ള ശ്രമത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വെൽഫെയർ പാർട്ടി ഒരു പാർട്ടിക്കെതിരെ ശക്തമായി എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രതികരിക്കുന്നത്? അല്ലെങ്കിൽ ഈ പ്രതികരണത്തിൻ്റെ ബാക്കി പത്രമല്ലേ CPM നിങ്ങൾക്കെതിരെ നടത്തുന്ന പ്രസ്താവന? അത് CPMനെ ഒരു ഹിന്ദുത്വ രാഷ്ട്രീയ പാർട്ടിയാണ് എന്ന സമ്പൂർണമായ നിഗമനത്തിലേക്ക് ഞങ്ങൾ എത്തിയിട്ടില്ല. അതേസമയം സംഘ് പരിവാർ അജണ്ടകൾ നടപ്പിലാക്കുന്ന രീതിയിലേക്കും ആ അജണ്ടകൾ ഏറ്റെടുക്കുന്ന രീതിയിലേക്കും CPM മാറിക്കൊണ്ടിരിക്കുന്നു. ഈ മാറ്റം കേരളത്തിന് അപകടം ചെയ്യും എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഇന്ന് നമ്മളോടൊപ്പം ടൈം ലൈൻ കോൺവെർസേഷനിലുള്ളത് റസാഖ് പാലേരിയാണ്. കേരളത്തിൽ അറിയപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റാണ് റസാഖ് പാലേരി. വെൽക്കം ടു ടൈം ലൈൻ കോൺവെർസേഷൻ റസാഖ് സാർ. സാധാരണ കേരളത്തിൽ എന്ത് രാഷ്ട്രീയ സംഭവങ്ങളുണ്ടായാലും അല്ലെങ്കിൽ ഇലക്ഷൻ ഉണ്ടായാലും അല്ലെങ്കിൽ കേരളവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിവാദങ്ങളുണ്ടായാലും പൊതുവെ ഈ അടുത്ത കാലത്ത് രാഷ്ട്രീയ പാർട്ടികൾ പൊതുവെ മുന്നോട്ട് വെക്കുന്ന ഒരു പേരാണ് വെൽഫെയർ പാർട്ടിയുടെ. അപ്പോൾ സ്വാഭാവികമായിട്ട് പൊതുജനത്തിൻ്റെ മനസ്സിലുണ്ടാകുന്നൊരു ചോദ്യമുണ്ട്, എന്താണ് വെൽഫെയർ പാർട്ടി? വെൽഫെയർ പാർട്ടി എന്തിനു വേണ്ടിയാണ് നിലകൊള്ളുന്നത്? വെൽഫെയർ പാർട്ടി രൂപീകരിക്കപ്പെട്ടിട്ട് 15 വർഷത്തോളം ആകുകയാണ്. ഒരു വ്യത്യസ്തമായ രാഷ്ട്രീയത്തെയാണ് ഞങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ഇന്ത്യ രാജ്യത്ത് അവഗണിക്കപ്പെട്ട ജനവിഭാഗങ്ങളുടെ രാഷ്ട്രീയത്തെ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു പ്രസ്ഥാനമാണ് വെൽഫെയർ പാർട്ടി. കേരളത്തിൽ കഴിഞ്ഞ 15 വർഷത്തോളമായി ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രക്ഷോഭങ്ങൾ, ഞങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ മനസ്സിലാക്കിയാൽ ഈ കാര്യം ബോധ്യപ്പെടും. ഭൂമിയുടെ രാഷ്ട്രീയം ഏറ്റവും കൃത്യമായി ഉയർത്തുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം വെൽഫെയർ പാർട്ടിയാണ്. കേരളത്തിൽ ഭൂപരിഷ്കരണം നടന്നു എന്ന് വിലയിരുത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി ഭൂമിയെക്കുറിച്ചുള്ള യാതൊരു ചർച്ചയും വേണ്ടതില്ല എന്ന് CPM ഉൾപ്പെടെ ഇടതുപക്ഷം തീരുമാനിക്കുകയും ചെയ്ത ഒരു ഘട്ടത്തിൽ ഇവിടുത്തെ ഭൂപരിഷ്കരണം ഒരു മിഥ്യയാണ്. യഥാർത്ഥത്തിൽ ഭൂരഹിതരായ ആളുകൾക്ക് ഭൂമി ലഭിച്ചിട്ടില്ല. കേരളത്തിലെ ലക്ഷക്കണക്കായ ഭൂരഹിതരായ ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ടാണ് വെൽഫെയർ പാർട്ടി അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത്. സമഗ്ര ഭൂപരിഷ്കരണം എന്നൊരാശയമാണ് ഞങ്ങൾ ആ ഘട്ടത്തിൽ മുന്നോട്ട് വെച്ചത്. ഇപ്പോഴും ആ പ്രക്ഷോഭം ഞങ്ങൾ തുടരുന്നുണ്ട്. കേരളത്തിലെ ഭൂമി ആരുടെ കയ്യിലാണ് എന്ന മൗലികമായ ചോദ്യം അപ്പോൾ ഉയർന്നു വന്നു. അന്ന് രാജമാണിക്യം IASനെ നിശ്ചയിച്ചുകൊണ്ട് ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന ഘട്ടത്തിൽ കേരളത്തിൻ്റെ ഭൂമി നഷ്ടപ്പെട്ടതിനെക്കുറിച്ചുള്ള ഒരു വിശദമായ പഠനം ഉണ്ടായിരുന്നു. ആ പഠനരേഖ പിന്നീട് കേരള മുഖ്യമന്ത്രിയുടെ മുമ്പിൽ സഖാവ് പിണറായി വിജയൻ്റെ മുമ്പിലാണ് അദ്ദേഹം സമർപ്പിച്ചത്. ആ രേഖ പ്രകാരം 5.5 ലക്ഷത്തോളം ഏക്കർ ഭൂമി കേരളത്തിൻ്റെ സ്വന്തം ഭൂമി വിവിധ കുത്തകകളുടെ കയ്യിലാണ്. ഇത് തിരിച്ചു പിടിക്കണമെന്ന ആശയമുയർത്തിപ്പിടിച്ചുകൊണ്ട് വലിയ പ്രക്ഷോഭങ്ങൾ ഞങ്ങൾ പല ഘട്ടങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നും ആ പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. കേരളത്തിലെ ഭൂരഹിതരായ ആളുകൾ ആര് എന്ന് പരിശോധിച്ചാൽ ഇവിടുത്തെ ദളിതുകളുണ്ട്, ആദിവാസികളുണ്ട്, പിന്നോക്ക ജനവിഭാഗങ്ങളുണ്ട്, അതേപോലെ തന്നെ മത്സ്യത്തൊഴിലാളികളുണ്ട്, കടലോരത്ത് താമസിക്കുന്ന മുസ്ലിങ്ങൾ ഉൾപ്പെടെ നിരവധി സമുദായങ്ങളിൽപ്പെട്ട ആളുകളുണ്ട്. ഈ പ്രശ്നം ഉന്നയിച്ചു എന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പാർട്ടിയുടെ തുടക്കം മുതലുള്ള ഒരു സവിശേഷതയാണ്. അതേപോലെ തന്നെ സംവരണം, കേരളത്തിലെ ഉൾപ്പെടെ സംവരണത്തിൻ്റെ പല രീതിയിൽ അതിന് പ്രതിസന്ധി നേരിടുന്ന ഘട്ടമാണ്. സാമ്പത്തിക സംവരണം എന്ന പേരിൽ ഇവിടുത്തെ സവർണ വിഭാഗങ്ങൾക്ക് സംവരണാവകാശം ചുളുവിൽ നൽകുന്ന രീതി രൂപീകരിച്ചത് ഇടതുപക്ഷമാണ്. കേന്ദ്രത്തിലത് BJPയും ആവിഷ്കരിച്ചു കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ സംവരണത്തിൻ്റെ അടിസ്ഥാന തത്വം ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഈ ഘട്ടത്തിൽ ഉൾപ്പെടെ സംവരണം എന്ന അവകാശങ്ങൾക്ക് വേണ്ടി കൃത്യമായ ലൈൻ സ്വീകരിച്ചുകൊണ്ട് വെൽഫെയർ പാർട്ടി മുന്നോട്ട് പോയിട്ടുണ്ട്. സംവരണീയ സമുദായങ്ങളെ ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ആ മേഖലയിൽ നേരിടുന്ന ബാക്ക്ലോഗുകൾ നികത്തണമെന്ന് ഞങ്ങൾ നിരന്തരം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ചെറുതും വലുതുമായ സ്വഭാവത്തിൽ സംവരണീയ സമൂഹങ്ങൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ പിടിച്ചു വെക്കുകയോ വെട്ടിക്കുറയ്ക്കുകയോ ചെയ്യുന്ന ഘട്ടങ്ങളിലൊക്കെ മറ്റാരെക്കാളും ഞങ്ങൾ മുമ്പിൽ നിന്ന് പൊരുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ
ഇന്ത്യയിലെ സംഘപരിവാറിൻ്റെ ഭരണം ആരംഭിച്ച ശേഷം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം ഉന്മൂലന ശ്രമങ്ങൾ, മുസ്ലിങ്ങളുടെ ക്രൈസിസുകളെ കൃത്യമായി രാഷ്ട്രീയമായി ഞങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ദളിത് ജനവിഭാഗങ്ങൾ അനുഭവിക്കുന്ന സങ്കീർണ പ്രതിസന്ധികളെ ഞങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ക്രൈസ്തവ കമ്മ്യൂണിറ്റി അനുഭവിക്കുന്ന വിവിധ വിഷയങ്ങളിൽ ഞങ്ങൾ ഇടപെട്ടിട്ടുണ്ട്. ഇങ്ങനെ പാർശ്വവൽക്കരിക്കപ്പെടുന്ന ശബ്ദം അവർക്കുണ്ട്, പക്ഷേ ആ ശബ്ദം ആരും ഏറ്റെടുക്കില്ല. അഥവാ ആരും ഏറ്റെടുക്കാത്ത ശബ്ദങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് കൂടുതൽ ശബ്ദം അവർക്ക് നൽകി എന്നത് തന്നെയാണ് വെൽഫെയർ പാർട്ടിയെ വ്യതിരക്തമാക്കുന്നത്. ഒരുപക്ഷെ അതുകൊണ്ട് തന്നെയാണ് മറ്റു പല രീതിയിലും കേരളത്തിൽ ഈ പാർട്ടി ചർച്ചയാകാനുള്ള കാരണം എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഈ അടുത്ത കാലത്ത് നമ്മളുടെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടൊരു പത്രസമ്മേളനത്തിൽ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ അദ്ദേഹത്തോട് പത്രപ്രവർത്തകർ ചോദിക്കുകയാണ്, വെൽഫെയർ പാർട്ടിയുടെ നിലപാട് എന്താണെന്ന് ചോദിക്കുക. അപ്പോൾ അദ്ദേഹം ഒറ്റയടിക്കാൻ എടുത്ത് പറയുന്നത് വെൽഫെയർ പാർട്ടി എന്ന് പറയേണ്ട, ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയാനാണ് അദ്ദേഹത്തിന് മറുപടി വരുന്നത്. ഇത് ഗോവിന്ദൻ മാസ്റ്റർ മാത്രമല്ല, പല രാഷ്ട്രീയ പാർട്ടികളും പല വ്യക്തികളും പല പൊതുപ്രവർത്തകരും വെൽഫെയർ പാർട്ടി എന്നതിന് പകരം അവർ ഉപയോഗിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി. അതായത് വെൽഫെയർ പാർട്ടി രൂപീകരണ സമയത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാർ ആ പരിപാടിയിൽ പങ്കെടുക്കുക, വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിലും സംസ്ഥാന സമിതിയിലും ദേശീയ സമിതിയിലുമൊക്കെ ജമാഅത്തെ ഇസ്ലാമിയുടെ പഴയതും ജമാഅത്തെ ഇസ്ലാമിയായിട്ട് ബന്ധപ്പെട്ടവരുമായിട്ടുള്ള നേതാക്കന്മാരുണ്ടാവുക. അപ്പോൾ സ്വാഭാവികമായിട്ടും പൊതു സമൂഹത്തിനുണ്ടാകുന്നൊരു സംശയമാണ്, ഇത് ജമാഅത്തെ ഇസ്ലാമിയുടെ സംഘടനയാണോ അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു പോഷക സംഘടനയാണോ എന്നുള്ളൊരു സംശയം. വെൽഫെയർ പാർട്ടി രൂപീകരിക്കപ്പെട്ടത് ഇന്ത്യയിലെ വിവിധ സാമൂഹ്യ വിഭാഗങ്ങൾ, ജനകീയ സമര പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആക്ടിവിസ്റ്റുകൾ, അവരെല്ലാം ചേർന്നുകൊണ്ട് രൂപീകരിച്ച ഒരു പാർട്ടിയാണ് വെൽഫെയർ പാർട്ടി. ജമാഅത്ത് ലീഡേഴ്സും പ്രവർത്തകരൊക്കെ പല രൂപത്തിലതിൽ പങ്കാളികളായിട്ടുണ്ട്. ഇതൊരു സ്വതന്ത്ര രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. എല്ലാവരും പ്രവർത്തിക്കുന്ന വിവിധ സമുദായങ്ങളിലെ നേതാക്കന്മാരുണ്ട്. ഇതിൻ്റെ ഇഷ്യൂവും ഇത് ഉയർത്തുന്ന വിഷയങ്ങളും തന്നെയാണ് കാണേണ്ടത്. ഇങ്ങനെ കാണേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നത് ഇവിടുത്തെ മീഡിയകളും CPM-ഉം BJP-യുമാണ്. കാരണം അവർക്കത് ഗുണകരമാവുന്ന സ്വഭാവത്തിൽ ഒരു ട്വിസ്റ്റിന് വേണ്ടി ശ്രമിക്കുകയാണ്. എത്രയോ രാഷ്ട്രീയ പാർട്ടികൾ കേരളത്തിലുണ്ടല്ലോ. ഇപ്പോൾ കേരള കോൺഗ്രസ് ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികൾ പ്രവർത്തിക്കുന്നൊരു പാർട്ടിയാണ്. അതിനെക്കുറിച്ച് അങ്ങനെ ഒരു ചർച്ച ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണ്? ഏതെങ്കിലും ക്രിസ്ത്യൻ സഭയുമായി ബന്ധപ്പെട്ട് അതിനെക്കുറിച്ച് ആരും പറയാത്തത് എന്തുകൊണ്ടാണ്? അത് ഒരു വിഷയമാണ്. ഇപ്പോൾ BDJS ഇവിടെ SNDP-യുടെ രാഷ്ട്രീയ പാർട്ടിയാണ് എന്ന് ആരും പറയാത്തത് എന്താണ്? അത് അവർക്കുള്ളൊരു പ്രിവിലേജാണ്. ഇത്തരം കുറേ കാര്യങ്ങൾ ഉണ്ട്. ഞങ്ങൾ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകർ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതൊരു സ്വതന്ത്ര രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. പാർട്ടി എന്ന നിലക്ക് ഞങ്ങളുടെ ആശയങ്ങളും കാഴ്ചപ്പാടുകളും പാർട്ടി തന്നെ രൂപീകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ലൈനാണ് സ്വീകരിക്കുന്നത്. അതിൽ പ്രത്യേകിച്ച് ഒരിടപെടലുമോ മറ്റോ ഒന്നുമില്ല. ഇതൊരു പോഷക സംഘടന എന്ന നിലക്ക് ഏതെങ്കിലും മതസംഘടനയുമായി ബന്ധപ്പെട്ട പാർട്ടിയല്ല. ഞങ്ങൾ സ്വതന്ത്രമായൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് കൂട്ടിക്കെട്ടി ചർച്ച നടത്തിയാലാണ് ഇത് ഒരു വിവാദമുണ്ടാക്കാൻ കഴിയുക എന്ന് പലരും വിശ്വസിക്കുന്നു. അതിൻ്റെ കോസിനെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. അത്തരമൊരു അന്തരീക്ഷം എങ്ങനെയാണ് കേരളത്തിൽ വരെ ഉണ്ടായി വന്നത്? ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയും CPM-ഉം തന്നെ എത്രയോ കാലം ധാരണയിലും മറ്റുമൊക്കെ പ്രവർത്തിക്കുകയും വോട്ട് ചെയ്യുകയൊക്കെ ചെയ്തതാണ്. പക്ഷേ അതൊന്നും അതിനു പകരം അതിനെയെല്ലാം അതൊക്കെ ഉണ്ടായിരിക്കെ തന്നെ മറ്റൊരു ചർച്ച ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഇസ്ലാമോഫോബിയ സൃഷ്ടിച്ച് അതുവഴി വോട്ട് നേടിയെടുക്കുക എന്നുള്ള കുതന്ത്രത്തിൻ്റെ ഭാഗമാണ്. ഇത് രണ്ടാൾക്കേ ഇത് ആവശ്യമുള്ളൂ, BJP-ക്കും CPM-നും. അവ രണ്ടുപേരുമാണ് ഈ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നും നമുക്ക് കാണാൻ സാധിക്കും. ഞങ്ങൾ CPM-ഉമായും ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. 2015 പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ കേരളത്തിൽ വ്യാപകമായി CPM-ൻ്റെ കൂടെ ചേർന്നതുകൊണ്ടാണ് മത്സരിച്ചത്. അന്ന് സഖാവ് കോടിയേരിയാണ് പാർട്ടിയുടെ സെക്രട്ടറി. അദ്ദേഹം അന്ന് ഒരുപക്ഷെ ഞങ്ങളുമായി വലിയ ചർച്ചകൾക്ക് നേതൃത്വം കൊടുത്ത ഒരു വ്യക്തിത്വമാണ്. അത്തരമൊരു ലീഡർ ഇന്ന് CPM-ൽ ഇല്ല എന്നത് അവരനുഭവിക്കുന്നൊരു പ്രതിസന്ധിയാണ് ഇന്ന് ചിലപ്പോൾ ഇപ്പോഴത്തെ ചില ആളുകളുടെ സംസാരങ്ങളൊക്കെ കണ്ടാൽ നമുക്ക് തോന്നും. അപ്പോൾ ഞങ്ങളന്ന് ധാരണയുണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങൾ പാർട്ടി രൂപീകരിക്കപ്പെട്ട ശേഷം ആദ്യമായി കേരളത്തിലെ വ്യവസ്ഥാപിത മുന്നണിയുമായി ഉണ്ടാക്കിയ ധാരണ LDF-ഉമായിട്ടാണ്. ഗുണം ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട്, അവർക്കുണ്ടായിട്ടുണ്ട്. ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചിലയിടങ്ങളിൽ ഞങ്ങൾ അവരെ പിന്തുണയ്ക്കുകയും പരസ്യമായി തന്നെ അത്
പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അന്നൊന്നുമില്ലാത്തൊരു പ്രതിസന്ധിയാണ് ഇപ്പോൾ ഉണ്ടായി വരുന്നത്. അപ്പോൾ ഞാൻ ഈ രണ്ട് കാര്യങ്ങളാണ് അതിലെനിക്ക് പറയാനുള്ളത്. ഒന്ന്, ഞങ്ങൾ 2019 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വരെ വെൽഫെയർ പാർട്ടി ചേർന്ന് നിന്നത് LDF വിശേഷിച്ചും CPM CPMൻ്റെ ചർച്ചകളിലും മറ്റൊന്നും CPIക്ക് പ്രത്യേകിച്ച് സ്പേസൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ CPM മാത്രമാണ് അന്ന് ചർച്ച നടത്തിയത്. അപ്പോൾ ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വോട്ടുകൾ ചെയ്തിട്ടുണ്ട്. പല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുപോക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. 2019 പൊതുതെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടി അഖിലേന്ത്യാ നിലപാടിൻ്റെ ഭാഗമായിട്ട് UDF പിന്തുണക്കാൻ തീരുമാനിച്ചു. അന്ന് ഇന്ത്യ മുന്നണിയില്ല. അത്തരം ഒരു മുന്നണി ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകതയുമായി ബന്ധപ്പെട്ട് കേരളത്തിന് പുറത്ത് ഞങ്ങളുടെ പാർട്ടി നേതൃത്വം തന്നെ പലയിടങ്ങളിലും ചർച്ച നടത്തിയിരുന്നു. ഡൽഹിയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരുമായി ചർച്ച നടത്തിയിരുന്നു. പക്ഷേ ആ മുന്നണി ഉണ്ടായില്ല. പക്ഷേ ഞങ്ങൾ അന്ന് തീരുമാനിച്ചത് സംഘപരിവാറിനെ താഴെ ഇറക്കാൻ വിജയസാധ്യതയുള്ള ഒരു മുന്നേറ്റം ഇന്ത്യയിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുക കോൺഗ്രസ്സിനാണ്. ആ കോൺഗ്രസ്സുള്ള ഒരു മുന്നണി എന്ന നിലയ്ക്ക് UDF വോട്ട് ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചു. അത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ സവിശേഷ നിലപാടായിരുന്നു. അതിനുശേഷമാണ് CPM ഈ അറ്റാക്ക് ഞങ്ങൾക്കെതിരെ നടത്തി തുടങ്ങിയത്. പ്രത്യേകിച്ചും ഗോവിന്ദ മാഷ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ കേരളത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ രാഷ്ട്രീയത്തെ വളർത്തുന്നത് ഇന്ത്യ രാജ്യത്ത് രൂപപ്പെടുത്തിയെടുത്തത് BJP ആണ്, RSS ആണ്. അതിനെ കേരളത്തിൽ ഏറ്റെടുക്കുന്നു എന്നതാണ് CPMൻ്റെ പ്രത്യേകത. പ്രത്യേകിച്ചും കുറച്ചു കാലമായിട്ട് CPMൻ്റെ പ്രസ്താവന ഏത്, BJPയുടെ പ്രസ്താവന ഏത് എന്ന് വ്യത്യസ്തത മനസ്സിലാകാത്ത രൂപത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. CPMൻ്റെ പല പ്രസ്താവനകളും BJP സ്വാഗതം ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇതൊരു വലിയ അപകടകരമായ പ്രവണതയാണ്. താൽക്കാലികമായ രാഷ്ട്രീയ ലാഭം ഒരുപക്ഷെ CPM ഉണ്ടായേക്കാം. പക്ഷേ ഇത് വലിയ അപകടത്തിലേക്കാണ് നയിക്കുക. അതുകൊണ്ട് ഇത്തരം വിമർശനങ്ങൾ കേവലം വോട്ട് ബാങ്കിന് അല്ലെങ്കിൽ ഏതൊക്കെ 1-2 സീറ്റിന് വേണ്ടിയും വോട്ടിന് വേണ്ടിയൊക്കെ CPM നടത്തിയാൽ അവരുടെ തന്നെ കാലിനടിയിൽ നിന്നാണ് മണ്ണൊഴിച്ച് പോയിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ്റെ റിസൾട്ട് വിശകലനം ചെയ്താൽ നമുക്കത് കാണാൻ സാധിക്കും. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ എങ്ങനെയാണ് BJPയുടെ കയ്യിലെത്തിയത്, എന്താണ് അതിൻ്റെ കാരണം വിലയിരുത്തേണ്ടതാണല്ലോ. അത് വളരെ ഗൗരവത്തിൽ കാണേണ്ട ഒരു കാര്യമാണല്ലോ. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നിട്ട് പറയുന്നത് ഞങ്ങൾ അഹമ്മദാബാദ് വഴി ഗുജറാത്ത് പിടിച്ചതുപോലെ തിരുവനന്തപുരം വഴി കേരളം പിടിക്കുമെന്നാണല്ലോ. അപ്പോൾ ഇതിൻ്റെ കാര്യം എങ്ങനെയാണത് വന്നത്? CPM വർഷങ്ങളായി ഭരിച്ച ഒരു കോർപ്പറേഷൻ എങ്ങനെ BJPയുടെ കയ്യിലെത്തപ്പെട്ടു? ഇത് വളരെ സൂക്ഷ്മമായി അവർ ചർച്ച ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇത് വളരെ ഗൗരവത്തിലുള്ളൊരു വിഷയമാണ്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പാർട്ടിക്കുണ്ടാകുന്ന ഒരു പ്രശ്നമോ ഒരു വിമർശനമോ അല്ല ഞങ്ങളിതിൽ കാണുന്നത്. കേരളീയ സാമൂഹ്യ മണ്ഡലത്തിൽ ഇതുണ്ടാക്കുന്ന വലിയ പ്രതിസന്ധി തിരിച്ചറിയണമെന്ന് തന്നെയാണ് നമുക്ക് CPMനോടും ഈ പൊതുസമൂഹത്തോടൊക്കെ പ്രത്യേകിച്ച് പറയാനുള്ളത്. വെൽഫെയർ പാർട്ടി കേരളത്തിലും ഇന്ത്യയിലും പ്രവർത്തിക്കാൻ തുടങ്ങുന്ന സന്ദർഭത്തിൽ ഇടതിനും വലതിനും എതിരെയായിട്ടുള്ളൊരു ബദൽ എന്നുള്ള രൂപത്തിലാണ് രൂപീകരിക്കപ്പെട്ടത്. പക്ഷേ കേരളത്തിൽ നമ്മൾ പൊതുവേ കാണുന്നൊരു സിനാരിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എലക്ഷൻസ് വരുമ്പോൾ LDFൻ്റെ കൂടെ പോകണോ UDFൻ്റെ കൂടെ പോകുന്നോ, അതോ വെൽഫെയർ പാർട്ടി ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്, വെൽഫെയർ പാർട്ടി ആരുടെ ഭാഗമാണ് എന്നുള്ള രൂപത്തിലുള്ള ചർച്ചകളാണ് നടക്കുന്നത്. ഇപ്പം അസംബ്ലി ഇലക്ഷൻ വരാൻ പോവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഉയർന്നൊരു ചോദ്യം വെൽഫെയർ പാർട്ടി UDFനെയാണോ LDFനെയാണോ സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. എൻ്റെ ചോദ്യം, സ്വതന്ത്രമായി നിൽക്കുവാനും ഇടതിനെയും വലതിനെയും ഒരേപോലെ ഫൈറ്റ് ചെയ്യാനും വേണ്ടി വന്നൊരു രാഷ്ട്രീയ പാർട്ടി ഇപ്പോൾ ഇടതിൻ്റെയോ അല്ലെങ്കിൽ വലതിൻ്റെയോ കൂടെ പോകുന്നതിനെ പറ്റിയുള്ളൊരു ചർച്ചകൾ സജീവമായി നടക്കുന്ന സാഹചര്യമാണ്. എന്തുകൊണ്ട് സ്വതന്ത്രമായി നിൽക്കാൻ പറ്റുന്നില്ല വെൽഫെയർ പാർട്ടിക്ക്? അല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ സ്വതന്ത്രമായി തന്നെയാണ് നിൽക്കുന്നത്. ഒരു സാമൂഹ്യ നീതിക്ക് വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയത്തെ കെട്ടിപ്പടുക്കുക എന്ന ലൈനിൽ ഒറ്റക്ക് തന്നെ മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമാണ് വെൽഫെയർ പാർട്ടി. അതേസമയം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ സഹകരണത്തിൻ്റെ വഴികൾ ഈ ബദൽ രാഷ്ട്രീയത്തെ ശക്തിപ്പെടുത്താൻ പ്രയോജനപ്പെടുത്തുക എന്ന ലൈനാണ് ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. ഞങ്ങളൊരു മുന്നണിയുടെയും ഭാഗമായിട്ടില്ല. ആ മുന്നണിയുടെ ഭാഗമാകാൻ വേണ്ടിയുള്ള ചർച്ചകളിലേക്ക് ഞങ്ങൾ പോയിട്ടുമില്ല. കാരണം മുന്നണികൾ ഉയർത്തുന്ന രാഷ്ട്രീയത്തെക്കാൾ വലിയ ചില ആശയങ്ങളും കാഴ്ചപ്പാടുകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് വെൽഫെയർ പാർട്ടി രൂപം കൊണ്ടത്. ആ ലൈനിൽ തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോവുക. അതിൽ ഇതുവരെയും യാതൊരു മാറിച്ചിന്തിക്കലിൻ്റെ ആവശ്യവും വെൽഫെയർ പാർട്ടിക്ക് ഉണ്ടായിട്ടില്ല. അതേസമയം തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ മുന്നണികളുമായി സഹകരണം എന്ന ലൈൻ ഞങ്ങൾ നേരത്തെ സ്വീകരിച്ചിട്ടുണ്ട്.
രൂപീകരിക്കപ്പെട്ട ഘട്ടം മുതൽ തന്നെ അതുണ്ട്. ആദ്യഘട്ടത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇടതുപക്ഷവുമായി CPM-ഉമായി അത്തരം ചില തെരഞ്ഞെടുപ്പ് ധാരണകൾ ഉണ്ടായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് നീക്കുപോക്കുകൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മുന്നണി രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുക എന്നതല്ല, അഥവാ ഇവിടുത്തെ ഏതെങ്കിലും മുന്നണിയുമായി അതിലേക്ക് എത്തുക എന്നതിലേക്കല്ല ഞങ്ങളുടെ ഒരു ഊന്നൽ. അതേസമയം സാധ്യതകൾ പ്രയോജനപ്പെടുത്തണമെന്നതിൽ ഞങ്ങൾക്ക് സംശയമില്ല. അതേപോലെ തന്നെ BJPക്ക് വിജയസാധ്യതയുണ്ടാകുന്ന ഘട്ടത്തിൽ അതിനെ പ്രതിരോധിക്കാനുള്ള വിശാലമായ മുന്നേറ്റം രൂപപ്പെടുത്തിയെടുക്കണമെന്നത് ഞങ്ങളുടെ പാർട്ടി ലൈനിൻ്റെ ഭാഗമാണ്. ഇന്ത്യയിലുണ്ടായ ഇന്ത്യ മുന്നണിയെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ്. കേരളത്തിൽ ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന കക്ഷി എന്ന നിലക്ക് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ UDF-നെ പിന്തുണച്ചതും അതിൻ്റെ ആ ഒരു ലൈനിൻ്റെ ഭാഗമായിട്ടാണ്. തദ്ദേശ സ്ഥാപനങ്ങളിൽ വരെ അത്തരം ചില നീക്കങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട് എന്ന് ഞങ്ങൾക്ക് നിലപാടുണ്ട്. അതേപോലെ തന്നെ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചില മണ്ഡലങ്ങളെ A ക്ലാസ് മണ്ഡലങ്ങളായി BJP കാണുകയും അവിടങ്ങളിലൊക്കെ വളരെ വലിയ വർക്ക് നടത്തുകയും ചെയ്യുന്നുണ്ട്. ഇന്നലെ SIR പുറത്തു വന്നപ്പോൾ ചില മണ്ഡലങ്ങളിൽ വലിയ അളവിൽ വോട്ട് കുറഞ്ഞതായി കാണുന്നു. അതിൽ ചില ഗൂഢാലോചനകളുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നുണ്ട്. തൃശ്ശൂർ മണ്ഡലത്തിൽ ഉൾപ്പെടെ പലയിടങ്ങളിൽ നിന്നും വോട്ട് കൊണ്ടുവന്ന് ഡംപ് ചെയ്തിട്ടാണ് അവിടെ BJP ജയിച്ചത്, സുരേഷ് ഗോപി ജയിച്ചത്. ആ വോട്ടുകളൊക്കെ തിരിച്ചു പോയത് കൊണ്ടാകാം ചില സ്ഥലങ്ങളിലൊക്കെ വലിയ അളവിൽ വോട്ട് കുറഞ്ഞത്. തിരുവനന്തപുരത്തെ അത്തരം ചില മണ്ഡലങ്ങളെക്കുറിച്ചും സൂക്ഷ്മമായി പഠനം നടത്തേണ്ടതാണ്. ഇങ്ങനെ കേരളത്തിന് പുറത്ത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ BJP ആവിഷ്കരിച്ച ഈ വോട്ട് ചോരിയെ കേരളത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഇപ്പോൾ SIR-ൽ വന്നുകൊണ്ടിരിക്കുന്ന ഈ വോട്ടേഴ്സിൻ്റെ കുറവ്. പ്രത്യേകിച്ചും BJPക്ക് കൂടുതൽ വോട്ട് കിട്ടിയ മണ്ഡലങ്ങളിലാണ് ഈ കുറവ് വന്നിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. സൂക്ഷ്മമായ പഠനം നടത്തണം. ഞങ്ങൾ ആ പഠനം നടത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. മറ്റ് വിശദാംശങ്ങൾ ആ പഠനങ്ങൾക്ക് ശേഷമാണ് പറയാൻ സാധിക്കുക. ആരുടെ വോട്ടാണ് പോയത്, എങ്ങോട്ടാണ് വോട്ട് പോയത് എന്നൊക്കെ കുറെ കൂടി സൂക്ഷ്മമായി പഠിക്കേണ്ടതുണ്ട്. ഇത്തരമൊരു ഘട്ടത്തിൽ ഒരു വിശാലമായ ഐക്യം കേരളത്തിലെ മതനിരപേക്ഷ കക്ഷികൾക്കിടയിൽ ഉണ്ടാകേണ്ടതുണ്ട് എന്നാണ് ഞങ്ങളുടെ നിലപാട്. അത് ഉദാഹരണമായി തിരുവനന്തപുരം കോർപ്പറേഷൻ ഇലക്ഷനിൽ, പാലക്കാട് മുനിസിപ്പാലിറ്റി ഇലക്ഷനിലൊക്കെ ചില നീക്കുപോക്കുകളും ചില ധാരണകളൊക്കെ ഉണ്ടാകേണ്ടിയിരുന്നു എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഒരു നിലപാട്. നിയമസഭാ തെരഞ്ഞെടുപ്പിലും അത്തരം നീക്കുപോക്കുകൾ ഉണ്ടാകണം. BJPക്ക് ജയസാധ്യതയുണ്ടാകരുത് എന്ന കൃത്യമായ നിലപാട് ഞങ്ങൾക്കുണ്ട്. 2011 കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ വോട്ട് കുറഞ്ഞ ചില മണ്ഡലങ്ങളുണ്ട്. 19 ലോക്സഭാ തെരഞ്ഞെടുപ്പും 24 ലോക്സഭാ തെരഞ്ഞെടുപ്പും തമ്മിൽ താരതമ്യപ്പെടുത്തി നോക്കിയാൽ BJPക്ക് വോട്ട് കുറഞ്ഞ CPM-ന് വോട്ട് കൂടിയ ചില മണ്ഡലങ്ങളൊക്കെ ഉണ്ട്. അത്തരം ചില നീക്കുപോക്കുകൾ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമോ എന്ന ഭയം കേരളത്തിൽ പൊതുവെ ഉണ്ടായി വന്നിട്ടുണ്ട്. ഇപ്പോൾ BJPയുടെ ആധികാരികമായ ചില നേതാക്കന്മാർ തന്നെ അത് പറയുകയും ചെയ്തിട്ടുണ്ട്. ചാനൽ ചർച്ചകളിൽ ചിലർ പറയുന്നു, സെൻകുമാറിനെ പോലുള്ള ആളുകൾ പരസ്യമായി പ്രസ്താവനകൾ നടത്തുന്നു. പിന്നെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ അവർ പരീക്ഷിച്ച രീതി കേരളത്തിലും ഉണ്ടാക്കിയെടുക്കാൻ അവർ ശ്രമിക്കുന്നു. ഞങ്ങളുടെ മുന്നിൽ ബംഗാളല്ല ഒരു ഉദാഹരണമായി നമ്മൾ കാണുന്നത്. ബംഗാളിലൊരു ബദലുണ്ടായിരുന്നു, അഥവാ തൃണമൂൽ കോൺഗ്രസ്. ത്രിപുര പോലെ കേരളമാകുന്ന ഒരു ഘട്ടം ഉണ്ടാകരുത്. അതുകൊണ്ട് യാതൊരു രഹസ്യബാന്ധവവും BJPയുമായി CPM ഉണ്ടാക്കരുത്. അത്തരം ചില ചർച്ചകൾ ഉണ്ടായി വരുന്ന സ്വഭാവം ചില BJP നേതാക്കന്മാരുടെ സംസാരങ്ങളും മറ്റുമൊക്കെ കണ്ടാൽ നമുക്ക് ബോധ്യപ്പെടും. അത്തരം ഘട്ടങ്ങളിൽ വിശാലമായ ഐക്യം ഉണ്ടാകണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. അതിനുവേണ്ടിയാണ് മുന്നണികളുമായുള്ള സഹകരണത്തെ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊരു അഭിപ്രായം ഞങ്ങൾ രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പം റസാഖ് സാഹിബ് പറഞ്ഞു വെച്ചൊരു സംഗതി, അതായത് CPM-ന് BJPയുമായി ഡീലുകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള രൂപത്തിലുള്ള സംഗതി. കഴിഞ്ഞ ഒരു 6-7 വർഷമായിട്ടുള്ള വെൽഫെയർ പാർട്ടിയുടെ മുഴുവൻ പ്രസ്താവനകളും പാർട്ടി പബ്ലിക്കിൽ പറയുന്ന സംഗതികളും പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ CPM-നെതിരെയും വിശിഷ്യ കേരളത്തിലെ LDF ഗവൺമെൻറ്റിനെതിരെയും പലതരത്തിലുള്ള ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. ഒബ്വിയസ്ലി ഇവിടെ UDF ഭരണത്തിലില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ കോൺഗ്രസ് ഭരണത്തിലില്ലാത്തതുകൊണ്ട് അത് പറയാത്തതായിരിക്കാം. എന്നിരുന്നാലും CPM-നെ ഡയറക്റ്റായിട്ട് അറ്റാക്ക് ചെയ്യുന്ന രൂപത്തിലുള്ള പ്രസ്താവനകളാണ് അധികവും വെൽഫെയർ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. ഈ അടുത്ത കാലത്ത് വന്നിരിക്കുന്ന ഒരു മലപ്പുറം വെൽഫെയർ പാർട്ടി ഒരു എക്സിക്യൂട്ടീവിൻ്റെ ഒരു പ്രസ്താവന പറയുന്നത്,
കുറച്ചു കാലമായി മലപ്പുറം കേന്ദ്രീകരിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന മുസ്ലിം അപരവൽക്കരണ അജണ്ടയുടെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണിത്. അത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു യുവാവിനെ അറസ്റ്റ് ചെയ്ത വിഷയത്തെ സംബന്ധിച്ചാണ് ഇത് പറയുന്നത്. ഈ മുസ്ലിങ്ങളും ആയിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സി പി എമ്മിനെ ഡയറക്റ്റ് ഓപ്പോസിഷനിൽ നിർത്തിയിട്ട് സി പി എമ്മിനെ അറ്റാക്ക് ചെയ്യുന്ന സമീപനമാണ് വെൽഫെയർ പാർട്ടിക്കുള്ളത്. അപ്പോൾ ഈ പ്രസ്താവന മാത്രമല്ല, വേറെ ഒരുപാട് പ്രസ്താവനകളുണ്ട്. അപ്പോൾ എൻ്റെ ചോദ്യം, ഇടതു വലത് മുന്നണികൾക്കിടയിൽ നിന്നുകൊണ്ട് ബി ജെ പിയെ പരാജയപ്പെടുത്തുക എന്നുള്ള ശ്രമത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വെൽഫെയർ പാർട്ടി ഒരു പാർട്ടിക്കെതിരെ ശക്തമായി എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രതികരിക്കുന്നത്? അല്ലെങ്കിൽ ഈ പ്രതികരണത്തിൻ്റെ ബാക്കി പത്രമല്ലേ സി പി എം നിങ്ങൾക്കെതിരെ നടത്തുന്ന പ്രസ്താവനകൾ? അല്ല, ഞങ്ങൾ സി പി എമ്മിനെതിരെ വല്ല പ്രസ്താവനയും നടത്തിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ആ ഇഷ്യൂവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാനാണ്. അപ്പോൾ നിങ്ങൾ ഉന്നയിച്ച വിഷയം തന്നെ മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട് കുറേ കാലമായി സി പി എം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? മുഖ്യമന്ത്രിയുടെ പത്രത്തിൽ വന്ന അഭിമുഖം മുതൽ പ്രസ്താവനകൾ ഓരോന്നോരോന്ന് പരിശോധിച്ചു. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇപ്പോൾ ലഭ്യമാണ്, പല സ്വഭാവത്തിൽ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്നതാണ്. അതിലെല്ലാം ഒരു ആംഗിൾ പരിശോധിച്ചാൽ നമുക്ക് കാണാം, മലപ്പുറം ജില്ലയെ അറ്റാക്ക് ചെയ്യുന്ന രീതി സ്വീകരിക്കുന്നു. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറം ജില്ലക്കെതിരെ വലിയ രൂപത്തിലുള്ള പ്രസ്താവന നടത്തി, ഭയങ്കരമായി അതിനെ വിദ്വേഷ സ്വഭാവത്തിലുള്ള പ്രസ്താവന നടത്തി. അതിനെ ന്യായീകരിക്കുകയാണല്ലോ മുഖ്യമന്ത്രി ഉൾപ്പെടെ ചെയ്തത്. എന്തിനാണ് ആ രീതി സ്വീകരിക്കുന്നത്? ഇതാർക്കാണ് ഗുണം ചെയ്യുക? അപ്പോൾ അവർ പറയും ഞങ്ങൾ മുസ്ലിം ലീഗിനെയാണ് അറ്റാക്ക് ചെയ്യുന്നതെന്ന്. രാഷ്ട്രീയമായി ഒരു പാർട്ടിയെ അറ്റാക്ക് ചെയ്യുന്നതിനൊന്നും ആർക്കും പരാതിയൊന്നുമില്ല. അതേസമയം ഒരു സമുദായത്തെ, ഒരു മതസമൂഹത്തെ, ഒരു ജില്ലയെ കേന്ദ്രീകരിച്ച് അറ്റാക്ക് ചെയ്താൽ പ്രതികരണങ്ങൾ ഉണ്ടാകുക എന്നത് സ്വാഭാവികമാണ്. സി പി എം ഭരിക്കുന്ന പാർട്ടിയാണ്. ഭരിക്കുന്ന പാർട്ടിയുടെ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുക എന്നത് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പ്രതിപക്ഷത്ത് നിൽക്കുന്ന പാർട്ടികളുടെ എല്ലാം ബാധ്യതയാണ്. ആ ബാധ്യത വെൽഫെയർ പാർട്ടി നിർവഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിനുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരുപാട് സംസ്ഥാനമുണ്ട്. കേരളത്തിന് പുറത്ത് ഞങ്ങളും സി പി എമ്മും വലിയ ധാരണയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണമായി കേരളത്തിൽ നിന്ന് പുറമേ വന്ന എം പിമാർ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയുടെയിലാണ് വിജയിച്ചു വന്നിരിക്കുന്നത്. സി പി എമ്മിൻ്റെയും സി പി ഐയുടെയും കുറേ അധികം സഹകരണമുള്ള സംസ്ഥാനങ്ങളാണ് വെസ്റ്റ് ബംഗാൾ. അവിടെ ഞങ്ങൾ സി പി എമ്മും വെൽഫെയർ പാർട്ടിയും വലിയ സഹകരണത്തിലാണ് മുന്നോട്ട് പോകുന്നത്. രാജസ്ഥാൻ, കർണാടക, തമിഴ്നാട്ടിൽ പല രീതിയിൽ അത്തരം സഹകരണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെ രാഷ്ട്രീയമായി ഉള്ള സഹകരണം കേരളത്തിന് പുറത്ത് വലിയ അളവിൽ വെൽഫെയർ പാർട്ടിയും സി പി എമ്മും ഉണ്ട്. പക്ഷേ കേരളത്തിലെ സി പി എം അതിൽ നിന്ന് വ്യതിചലിക്കുമ്പോൾ അത് കണ്ടില്ലെന്ന് നടിക്കാൻ നമുക്ക് കഴിയില്ല, അത് പറയാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ചില സംസാരങ്ങൾ ഉണ്ടാകുന്നത്. അതൊരിക്കലും സി പി എം തകരണമെന്ന് ആഗ്രഹിച്ചിട്ടല്ല. സി പി എമ്മെ പിടിച്ചുകൊണ്ടിരിക്കുന്ന, സി പി എമ്മിൽ കയറിക്കൂടിക്കൊണ്ടിരിക്കുന്ന സംഘപരിവാർ അജണ്ടയ്ക്കെതിരായ അറ്റാക്കാണ്. സംഘപരിവാർ കാഴ്ചപ്പാടിൽ നിന്ന് സി പി എം പിന്മാറണം. മതനിരപേക്ഷ കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിക്കുക എന്നത് കേവലം ഒരു പൈതൃകത്തെ വെച്ചുകൊണ്ട് സംസാരിക്കുക മാത്രമല്ല, പ്രായോഗിക രാഷ്ട്രീയത്തിൽ അറ്റ് പ്രസൻറ്റ് എന്ത് ചെയ്യുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രസക്തമായ കാര്യം. അതിൽ സി പി എമ്മിൻ്റെ നിലപാടിനെ വളരെ കൃത്യമായി വെൽഫെയർ പാർട്ടി വിശകലനം ചെയ്തിട്ടുണ്ട്. ആ അടിത്തറയിൽ നിന്നുകൊണ്ട് തന്നെയാണ് അത്തരം പ്രസ്താവനകൾ ഉണ്ടാകുന്നത്. അത് സി പി എമ്മിനെ ഒരു ഹിന്ദുത്വ രാഷ്ട്രീയ പാർട്ടിയാണ് എന്ന സമ്പൂർണമായ നിഗമനത്തിലേക്ക് ഞങ്ങൾ എത്തിയിട്ടില്ല. അതേസമയം സംഘപരിവാർ അജണ്ടകൾ നടപ്പിലാക്കുന്ന രീതിയിലേക്കും ആ അജണ്ടകൾ ഏറ്റെടുക്കുന്ന രീതിയിലേക്കും സി പി എം മാറിക്കൊണ്ടിരിക്കുന്നു. ഈ മാറ്റം കേരളത്തിന് അപകടം ചെയ്യും എന്നാണ് ഞങ്ങൾ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉയർന്നു വരുന്നൊരു ചോദ്യം, വരാൻ പോകുന്ന അസംബ്ലി ഇലക്ഷനിൽ എന്താണ് വെൽഫെയർ പാർട്ടിയുടെ നിലപാട്? ആരുടെ കൂടെയാണ് വെൽഫെയർ പാർട്ടി സഹകരിക്കാൻ പോകുന്നത് നോക്കാം. അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് മൂന്നാമത്തെ അസംബ്ലി ഇലക്ഷനാണ്. അതായത് ആദ്യം ഞങ്ങൾ രൂപീകരിക്കപ്പെട്ട ശേഷം മൂന്നാമത്തെ ഇലക്ഷനാണ് വരാൻ പോകുന്നത്. ഈ രണ്ട് തെരഞ്ഞെടുപ്പിലും ഞങ്ങൾ മത്സരിച്ചിട്ടുണ്ട്. ഞങ്ങളുടേതായ സാധ്യതകൾക്കനുസരിച്ച് പല മണ്ഡലങ്ങളിലും ഞങ്ങൾ മത്സരിച്ചിട്ടുണ്ട്. മത്സരിക്കാത്തിടങ്ങളിൽ ഞങ്ങളുടെ രാഷ്ട്രീയ സഹകരണവും സാധ്യതയൊക്കെ വിലയിരുത്തി വോട്ടുകൾ വിനിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരം ചർച്ചകളാണ് ഇപ്പോൾ ഞങ്ങളുടെ മുമ്പിലുള്ളത്. ഇപ്പോൾ ഞങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കങ്ങളിലാണ്. മറ്റ് സാധ്യതകൾ ഉണ്ടായി വന്നാൽ അത്തരം സാധ്യതകൾ പരിശോധിക്കുന്നതിന് ഞങ്ങൾ എതിരല്ല. അപ്പോൾ ഏതെങ്കിലും മുന്നണിയുമായി ഒരു
മുന്നണി പ്രവേശനം എന്ന അജണ്ട ഞങ്ങൾക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ അത്തരം ചർച്ചയിലേക്ക് പോയിട്ടില്ല. പഞ്ചായത്ത് ഇലക്ഷനിൽ ഞങ്ങൾ പലരുമായി സഹകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സഹകരിച്ചത് UDF-ഉമായിട്ടാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അതിൻ്റെ മുമ്പുള്ള തെരഞ്ഞെടുപ്പിലും അതിനു മുമ്പേ ഞങ്ങൾ LDF-ഉമായിട്ടാണ് ധാരണകൾ ഇരിക്കുന്നത്. ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൃത്യമായൊരു തീരുമാനം ഞങ്ങൾ എടുത്തിട്ടില്ല. ഇപ്പോൾ ഞങ്ങൾ വോട്ട് ചേർക്കുന്നതും SIR-ഉമായി ബന്ധപ്പെട്ടവർക്കും മറ്റ് വോട്ട് ചേർക്കൽ പ്രവർത്തനവും സംഘടനാ ശാക്തീകരണ പ്രവർത്തനങ്ങളും തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കങ്ങളിലുമാണ് ഉള്ളത്. ചർച്ചകളൊക്കെ ഉണ്ടായി വരുമ്പോൾ അതിനനുസരിച്ച് നിലപാട് സ്വീകരിക്കുന്നതിന് തടസ്സമില്ല എന്നാണ് ഞങ്ങളുടെ തീരുമാനം. അഥവാ മുന്നണി രാഷ്ട്രീയത്തിൻ്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുക എന്ന ലൈനിൽ നിന്നുകൊണ്ടുള്ള സഹകരണ ചർച്ച അടഞ്ഞ അധ്യായമല്ല. അത്തരം ചർച്ചകൾ ഉണ്ടായി വരുന്നതിന് ഞങ്ങൾക്കെതിരല്ല. പക്ഷേ ഒരു വലിയൊരു ചർച്ചയൊന്നും ആ സ്വഭാവത്തിൽ ഉണ്ടായി വന്നിട്ടില്ല. ഈ മുന്നണി ചർച്ചകൾ, കേരളത്തിലെ വെൽഫെയർ പാർട്ടി സഹകരിക്കുന്ന മുന്നണി ചർച്ചകളൊക്കെ നടക്കുമ്പോൾ പൊതുവെ BJP ഉന്നയിക്കുന്ന ഒരു ആരോപണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിശിഷ്യ അത് കോൺഗ്രസിനെ ഉദ്ദേശിച്ചിട്ടാണ്. അത് രാജീവ് ചന്ദ്രശേഖരൻ്റെ ട്വീറ്റ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റും. അതായത് കേരളത്തിൽ വെൽഫെയർ പാർട്ടി, ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയുമായിട്ടാണ് നിങ്ങളുടെ സഹകരണം എന്നുള്ള രൂപത്തിലാണ് വെൽഫെയർ പാർട്ടിയെ മുന്നിൽ നിർത്തിയിട്ടാണ് കോൺഗ്രസിനെ BJP അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ വിശിഷ്യ ആ ട്വീറ്റുകളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മലയാളത്തിലല്ല, അത് അധികം ഫ്രെയിം ചെയ്യുക, അത് ഇംഗ്ലീഷിൽ ഫ്രെയിം ചെയ്തിട്ട് വെളിയിലുള്ള ഒരു ലാർജർ ഓഡിയൻസിനെ ഉദ്ദേശിച്ചാണ് ചെയ്യുന്നത്. BJPയുടെ ഈ ആരോപണം, അതായത് കോൺഗ്രസിനെ ഒരു വർഗീയ പാർട്ടി എന്ന രൂപത്തിൽ വെൽഫെയർ പാർട്ടിയെ പ്ലേസ് ചെയ്തിട്ട് കോൺഗ്രസിനെ അതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു പ്രചാരണത്തെ എങ്ങനെയാണെന്ന് നോക്കാം. അല്ല, അത് BJP കുറേ കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ്. ഇന്ത്യയിൽ BJPക്ക് ഇതല്ലാത്ത വേറെ എന്ത് അജണ്ടയാണുള്ളത്? ഇപ്പോൾ കോൺഗ്രസിനെ പണ്ട് നേരത്തെ ഗുജറാത്ത് ഇലക്ഷൻ്റെ ഘട്ടത്തിൽ അഹമ്മദ് പട്ടേൽ മുഖ്യമന്ത്രിയാകുന്നു എന്ന രൂപത്തിലുള്ള പ്രചരണം നടത്തിയത് നമുക്ക് ഓർമ്മയുണ്ട്. അഹമ്മദ് പട്ടേൽ എന്ന് പറയുന്നത് അന്നത്തെ കോൺഗ്രസിൻ്റെ വലിയ ലീഡറായിരുന്നു. അദ്ദേഹം മുഖ്യമന്ത്രിയാകാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗുജറാത്തിൽ ഒരിക്കൽ BJP തിരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ നടത്തിയത്. അപ്പം ഇത് മുസ്ലിം ഐഡൻറ്റിറ്റികളെ മുമ്പിൽ വെച്ചുകൊണ്ട് കോൺഗ്രസിനെ അറ്റാക്ക് ചെയ്യുക എന്നത് എക്കാലത്തെയും BJPയുടെ ലൈനാണ്. കേരളത്തിൽ അത് CPM കൂടി പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ BJPയുടെ പ്രസിഡന്റ് ഈ അടുത്ത് ഹിന്ദിയിൽ ഒരു പത്രസമ്മേളനം നടത്താൻ വേണ്ടി ഡൽഹിയിൽ പോയിരുന്നു, നിലമ്പൂർ ബൈ ഇലക്ഷൻ്റെ ആ സന്ദർഭത്തിൽ. എന്ന് പറഞ്ഞാൽ കേരള രാഷ്ട്രീയത്തിലെ തിരഞ്ഞെടുപ്പിൻ്റെ ചില ധാരണകളെയും മറ്റുമൊക്കെ ഹിന്ദിയിൽ പത്രസമ്മേളനം നടത്തി രാജ്യത്തുടനീളം വിദ്വേഷം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി പ്രയോജനപ്പെടുത്തുന്നു എന്നത് BJPയുടെ ലൈനാണ്. അപ്പോൾ അത് ഒരു ചർച്ചയും ആരും നടത്തിയില്ലെങ്കിൽ അവർ മുസ്ലിം ലീഡേഴ്സായ കോൺഗ്രസ് നേതാക്കളെ കൊണ്ടുവച്ച് നടത്തും. ഇപ്പോൾ റിയാസ് മുഖ്യമന്ത്രിയാകാൻ പോകുന്നു എന്ന് സുരേന്ദ്രനാണെന്ന് തോന്നുന്നു അല്ലേ ചർച്ച നടത്തിയതില്ലേ? CPM-ൽ റിയാസിനെ കുറിച്ച് അത്തരം ചർച്ച വരാറുണ്ട്. ഏത് പാർട്ടിയിലെയും മുസ്ലിം ലീഡേഴ്സിനെ മുമ്പിൽ വെച്ചുകൊണ്ട് ഇത്തരം ചർച്ച നടത്തുക എന്നത് BJPയുടെ രീതിയാണ്. അതിനൊരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഇത്ര മാത്രമേ ആ കാര്യത്തിൽ നമ്മൾ കാണാൻ പോകുന്നുള്ളൂ. ഇനി ആ വിദ്വേഷ പ്രചരണങ്ങൾ എന്ത് നടത്താനാണ് ഇന്ത്യയിൽ? അതെല്ലാം നടത്തി അങ്ങേ അറ്റത്ത് എത്തിക്കഴിഞ്ഞു. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ അത് നടത്തുന്നതിലൊന്നും പ്രത്യേകിച്ചൊരു അത്ഭുതമൊന്നുമില്ല. അതൊന്നും ഇനിയും ഇന്ത്യയിൽ സ്വാധീനം ചെലുത്തില്ല. കാരണം ജനം അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. BJPയുടെ രാഷ്ട്രീയത്തെയും അവർ ഭരണത്തിലുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പ്രതിസന്ധിയെയും പലതും ഇന്ത്യ തന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഏറ്റവും ഒടുവിൽ എപ്പിസ്റ്റ ഫയലുകളൊക്കെ പുറത്തു വരുമ്പോൾ നരേന്ദ്രമോദിയും BJPയും ഒക്കെ വലിയ പ്രതിസന്ധിയിലാകുകയാണ്. ആ പ്രതിസന്ധിയെ മറികടക്കാനുള്ള പല വഴികളെക്കുറിച്ചും അവരാലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇതേതെങ്കിലും ഒരു മുസ്ലിം സംഘടനകൾക്കെതിരായ നീക്കമൊന്നുമല്ല. മുസ്ലിം തന്നെ ആത്യന്തിക ശത്രുവാണ്, അവരെ ഉന്മൂലനം ചെയ്യുക എന്നത് നിർബന്ധമാണ് എന്ന് എഴുതി വെച്ച വിചാരധാരയുടെ വക്താക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വർക്ക് മാത്രമാണ് ഇത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതേസമയം അത് CPM എന്തിനാണ് ഏറ്റെടുക്കുന്നത്? ഇതാണ് ഞങ്ങൾ ഉന്നയിക്കുന്ന ചോദ്യം. അഥവാ BJP ഉന്നയിക്കുന്ന ഈ വെർഷൻ, ഈ നരേഷൻ കേരളത്തിൽ CPM ഉന്നയിക്കുമ്പോൾ അതിൻ്റെ ദൂരവ്യാപകമായ ഭവിഷ്യത്ത് എന്താണെന്ന് തിരിച്ചറിയണമെന്നാണ് ഞങ്ങൾക്ക് പറയുന്നത്. കേരളത്തിൽ BJP ഇത് ഉന്നയിച്ചാലൊന്നും ആരും അംഗീകരിക്കാൻ പോകുന്നില്ല. കാരണം BJPയുടെ തത്വശാസ്ത്രവും BJPയുടെ പ്രവർത്തന രീതിയും ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും അറിയാം. അത്
വളരെ പ്രബുദ്ധമായൊരു കേരളീയ സമൂഹത്തിന് വലിയ അളവിൽ അറിയാം. പക്ഷേ വളരെ ബോധപൂർവം സാമുദായികമായ വിദ്വേഷ പ്രചരണങ്ങളിലൂടെ പലരെയും അപരവൽക്കരിച്ചും വിദ്വേഷത്തിൻ്റെ വലിയ ചാപ്പ കുത്തിയും അത് മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ചിലപ്പോഴൊക്കെ അത് വിജയിച്ചു പോകുന്നുണ്ടോ എന്ന് ഭയപ്പെടുത്തുന്ന വിധത്തിലുള്ള കുറേ കാര്യങ്ങൾ കാണാറുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇവിടെ കുംഭമേള എന്ന പേരിൽ ഒരു വലിയ പരിപാടി തിരുനാവായയിൽ നടന്നു. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ല. ഏത് മതവിഭാഗങ്ങൾക്കും അവരുടേതായ ആഘോഷങ്ങളും ഉത്സവങ്ങളും ആരാധനകളും ഒക്കെ സംഘടിപ്പിക്കുക. പക്ഷേ അതിൽ വന്ന 2 പ്രഭാഷണങ്ങൾ കേട്ടിരിക്കും. ഒരു സ്വാമിയുടെയും പിന്നെ 2 പ്രഭാഷണങ്ങൾ അത്യന്തം വിഷലിപ്തമായ പ്രഭാഷണങ്ങൾ. കേരളത്തിലെ ആരും, പ്രത്യേകിച്ച് ഇവിടുത്തെ ഭരണകൂടമൊന്നും അതിൽ നിലപാടെടുത്തതായി കണ്ടില്ല. ഇങ്ങനെ കേരളത്തെ തന്നെ വംശീയമായി വിഭജിക്കാനും വർഗീയവൽക്കരിക്കാനും അതുവഴി വോട്ട് നേടാനുമൊക്കെ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്തൊക്കെ ഇന്നലെയൊക്കെ വലിയ പ്രചരണം നടക്കുന്നുണ്ട്. അവിടെ പ്രത്യേകമായ BJPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേകമായ ഹിന്ദു ഐക്യ സമ്മേളനങ്ങൾ നടക്കുക. തിരുവനന്തപുരത്താണെന്ന് തോന്നുന്നു വ്യാപകമായി നടത്തുന്നത്. അപ്പോൾ ഇലക്ഷൻ മുമ്പിൽ കണ്ടുകൊണ്ട് അത്തരം പ്രചരണങ്ങൾ വലിയ അളവിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ പ്രതിരോധിക്കാൻ വിശാലമായ മതനിരപേക്ഷ പ്രചരണങ്ങളാണ് എല്ലാവരും ഏറ്റെടുക്കേണ്ടത്. എല്ലാവർക്കും ഭയാണ്. ഇപ്പോഴും പറയും ഭൂരിപക്ഷ വർഗീയത, ന്യൂനപക്ഷ വർഗീയത, ഈ തൂക്കമൊപ്പിക്കൽ തിയറി പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. മതരാഷ്ട്രവാദം, ഇസ്ലാമിക രാഷ്ട്രവാദം എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ഭാഗമാണ്. അത് തൂക്കമൊപ്പിച്ചിട്ട് ഞങ്ങൾ മറ്റൊരു ലൈനിലാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഈ കാലത്ത് ഇത് പറയുന്നതിന് എന്തർത്ഥമാണുള്ളത്? അതുകൊണ്ട് ഇനിയും CPM-ഉം ഇവിടുത്തെ മതനിരപേക്ഷ പാർട്ടികളൊക്കെ BJPയുടെ ഈ ക്രൂക്കഡായ ലൈൻ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ കേരളം വരെ വലിയ ഭവിഷ്യത്തിലേക്ക് നീങ്ങും. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് എനിക്ക് എൻ്റെ ഒരു ഇപ്പം റസാഖ് സാബ് എന്ന് പറഞ്ഞത്, അതായത് ഈ BJP നടത്തുന്ന ചില കളികൾ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് എന്ന് പറയുന്നു. പക്ഷേ അതേസമയം തന്നെ BJPയുടെ കേരളത്തിലെ വളർച്ച നോക്കിക്കഴിഞ്ഞാൽ ഒരു 20 വർഷം മുമ്പൊക്കെ BJP മുന്നണികൾക്ക് വോട്ട് വിൽക്കുന്ന ഒരു പാർട്ടിയായിട്ടാണ് അറിയപ്പെട്ടിരുന്നത്. പക്ഷേ അതിനുശേഷം വളരെ ഓർഗനൈസ്ഡ് ആയിട്ടാണ് ഇപ്പോൾ BJP വർക്ക് ചെയ്യേണ്ടിരിക്കുന്നത്. അവർ ഓരോ പ്രാവശ്യവും പിന്നെ പഞ്ചായത്ത് ഇലക്ഷൻ ആണെങ്കിലും പാർലമെൻറ്റ് ഇലക്ഷൻ ആണെങ്കിലും അസംബ്ലി ഇലക്ഷനിലും ഏത് ഇലക്ഷനിലും അവരുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് കൂട്ടുക എന്നുള്ള രൂപത്തിൽ വർക്ക് ചെയ്യുക, വളരെ സജീവമായി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക, ഈ പറഞ്ഞ മാതിരി ക്രൂക്കഡെന്ന് വിളിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള പലതരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലുകൾ നടത്തുക. പക്ഷെ ഇപ്പോഴും BJPയെ ഒരു ട്രോളുകളിലും മീമുകളിലും മാത്രം ഒതുക്കേണ്ടുന്ന ഒരു പാർട്ടിയായിട്ടല്ല പൊതുസമൂഹം കാണുന്നതും രാഷ്ട്രീയ പാർട്ടികൾ അവരെ ഡീൽ ചെയ്യുന്നതും. അവരെ സീരിയസ് ആയിട്ട് ഇപ്പോഴും കേരളത്തിലെ മതേതര കക്ഷികൾ എടുത്തിട്ടില്ല എന്നുള്ളൊരു വീക്ഷണമാണ്. വളരെ ശരിയാണത്. അതായത് വളരെ ഗൗരവത്തിൽ ഇന്ത്യയിലെ മതനിരപേക്ഷ കക്ഷികൾ BJPയെ കാണുന്നത് പോലെ കേരളത്തിലെ മതനിരപേക്ഷ കക്ഷികൾ BJPയെ കണ്ടു തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ ഇന്ത്യ മുന്നണിയിൽ എത്ര സഹകരണത്തിലാണ് CPM കോൺഗ്രസും ഒക്കെ വർക്ക് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ ഭാഗമായി സഖാവ് ബേബിയുടെയൊക്കെ പ്രസ്താവന പല ഘട്ടങ്ങളിലും നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. സോണിയാഗാന്ധി അറ്റാക്ക് ചെയ്താൽ അത് വേണ്ടിയില്ല എന്ന സ്വഭാവത്തിലൊക്കെ അറ്റാക്ക് ചെയ്യുന്നത് BJPക്കെതിരായ ഒരു വിശാല മുന്നണിയുടെ ഭാഗമെന്ന നിലക്കാണ്. പക്ഷേ കേരളത്തിൽ 2 കൂട്ടരും ഈ ഗൗരവം മനസ്സിലാക്കിയിട്ടില്ല. പ്രത്യേകിച്ചും CPM നടത്തുന്ന പ്രചരണങ്ങൾ വെൽഫെയർ പാർട്ടിക്കെതിരെയാണ് എന്ന് പറഞ്ഞും ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയാണ് എന്ന് പറഞ്ഞുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണങ്ങൾ ആത്യന്തികമായി മുസ്ലിം കമ്മ്യൂണിറ്റിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് BJP അതിനെ പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞതുപോലെ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ BJPയെ കുറെ കൂടി ഗൗരവത്തിൽ മനസ്സിലാക്കണം. അതിൻ്റെ രാഷ്ട്രീയത്തെ, അതിൻ്റെ കാഴ്ചപ്പാടുകളെ ഒരു പ്രത്യയശാസ്ത്രപരമായി തന്നെ നേരിടാൻ ഉള്ള ശ്രമം നടത്തണം. ഇപ്പോൾ വിചാരധാരയിൽ എഴുതി വെച്ച ശത്രുക്കളായ സമുദായങ്ങളെയും ജനവിഭാഗങ്ങളെയും വിശാലമായി ഒരുമിപ്പിച്ച് നിർത്തുവാനുള്ള ശ്രമങ്ങളാണ് നടത്തേണ്ടത്. അവർക്ക് ഇടയിൽ തമ്മിൽ തല്ലിക്കാനുള്ള നീക്കമാണ് പലപ്പോഴും നടത്തുന്നത്. ഇപ്പോൾ കേരളത്തിലെ വിവിധ സമുദായ നേതാക്കന്മാരെ BJP വലിയ അളവിൽ പല രൂപത്തിൽ സ്വീകരിക്കുകയും ഡൽഹിയിൽ കൊണ്ടുപോവുകയും ആദരിക്കുകയൊക്കെ ചെയ്യുന്നത് കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ അതെല്ലാം ഒരു വൈഡർ നരേഷനിൽ അവർ രൂപപ്പെടുത്തിയെടുക്കുന്ന ചില കാര്യങ്ങളാണ്. അത് ചെയ്യുന്നതിലൂടെ വലിയ മാറ്റമുണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്ന് BJP വിചാരിക്കുന്നു. അതിന് സ്വാധീനമൊക്കെ ഉണ്ടാകാം.
ഒരു സ്വാധീനം ഉണ്ടാവുന്നില്ല എന്നൊന്നും പറയാൻ നമുക്ക് കഴിയില്ല. അതിൻ്റെ സ്വാധീന ഫലമാണ് ഈ വോട്ട് വർദ്ധിക്കുകയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിനെ വെല്ലാൻ കഴിയുന്ന ഒരു വർക്ക്, ആശയപരമായ ഉള്ളടക്കത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു വർക്ക് രൂപപ്പെടുത്തിയെടുക്കണം. ഇല്ലെങ്കിൽ കേരളം ഉണ്ടാകില്ല. ഇപ്പോൾ കേരള സ്റ്റോറി കേരള സ്റ്റോറിയെക്കുറിച്ചുള്ള പല യൂട്യൂബ് ഹാൻഡിലുകളിലും വന്നുകൊണ്ടിരിക്കുന്ന ചർച്ച നോക്കൂ. ആ രണ്ടാം ഭാഗവും ഒന്നാം ഭാഗവും ഒക്കെ പല രൂപത്തിൽ അംഗീകരിക്കപ്പെടുന്ന സ്വഭാവത്തിൽ കേരളത്തിൽ ചർച്ച നടക്കുക എന്ന് പറഞ്ഞാൽ കേരളീയ സാമൂഹ്യ മണ്ഡലം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ മാറ്റം വളരെ പതുക്കെയാണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് അംഗീകരിക്കാമെങ്കിലും അതിനെ തടഞ്ഞില്ലെങ്കിൽ ഭവിഷ്യത്തുണ്ടാകും. ഇപ്പോൾ BJP-യുടെ ചില ഒരാളിപ്പോൾ അടുത്ത് ഏതോ ചാനൽ ചർച്ചയിൽ പറയുന്നത് കേട്ടു, അടുത്ത തെരഞ്ഞെടുപ്പിൽ തുടർഭരണം ഉണ്ടായാൽ പിന്നീട് ഞങ്ങളാണ് ഭരിക്കുക. ഇത് അവർ തീരുമാനിച്ച് അങ്ങനെ മുന്നോട്ട് പോയാൽ ഒരു പ്രശ്നമാണല്ലോ. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ UDF-ഉം LDF-ഉം അതോടുകൂടെ തകരും, NDA അധികാരത്തിൽ വരും എന്നാണല്ലോ ആ പറയുന്നതിൻ്റെ അർത്ഥം. അതിനുവേണ്ടി എന്തെങ്കിലും നീക്കുപോക്ക് തുടർഭരണം ഉണ്ടാക്കാൻ BJP നടത്തിയാൽ എത്ര അപകടമായിരിക്കും കേരളത്തിലുണ്ടാകുക. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു പലരും. അതുകൊണ്ടാണ് സച്ചിദാനന്ദൻ മാഷും സാറ ടീച്ചറും ഒക്കെ തുടർഭരണത്തിനെതിരായ അഭിപ്രായം വരുന്നത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം CPM നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്ലാമോഫോബിക്കായ പ്രചരണങ്ങളെ മുമ്പിൽ വെച്ചുകൊണ്ടുള്ള ഒരു തുടർഭരണം ഉണ്ടായിക്കഴിഞ്ഞാൽ അപകടകരമായ ഒരു അവസ്ഥ കേരളത്തിൽ ഉണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പം അതിനെ തുടർഭരണത്തിൻ്റെ തത്വശാസ്ത്രം വെച്ചുകൊണ്ടല്ല നേരിടേണ്ടത്, പകരം കഴിഞ്ഞ 10 വർഷം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെ മുമ്പിൽ വെച്ചുകൊണ്ടാണ്. ആഭ്യന്തര വകുപ്പിൻ്റെ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ, CPM വരെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്താവനകൾ, അവരുടേതായ ഒരു മാറ്റം, ഇതൊക്കെ വെച്ചുകൊണ്ടാണ് വിലയിരുത്തേണ്ടത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അപ്പോൾ തുടർഭരണം എന്നത് BJP-യുടെയും CPM-ൻ്റെയും അജണ്ടയാണെങ്കിൽ അത് കേരളത്തിൽ അപകടം ചെയ്യും എന്നാണ് സാംസ്കാരിക പ്രവർത്തകരും എഴുത്തുകാരും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ഗൗരവത്തിൽ കാണണം കേരളം എന്നാണ് ഞങ്ങൾക്ക് അഭിപ്രായപ്പെടാനുള്ളത്. സാധാരണ പൊതുവേ ഈ മുന്നണി ചർച്ചകളൊക്കെ നടക്കുന്ന സന്ദർഭത്തിൽ അല്ലെങ്കിൽ ഇലക്ഷനൊക്കെ എത്തുമ്പോഴത്തേക്കും, ഇപ്പോൾ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടന്ന സന്ദർഭത്തിൽ VD സതീശൻ പറയുന്നു വെൽഫെയർ പാർട്ടിയുമായിട്ട് ഞങ്ങൾക്ക് സഹകരണമുണ്ട്. അതേ സമയത്ത് തങ്ങൾ പറയുന്നു ഞങ്ങൾക്ക് വെൽഫെയർ പാർട്ടിയുമായി യാതൊരു സഹകരണമില്ല. അതിനുശേഷം PMA സലാം പറയുന്നു ഞങ്ങൾക്ക് സഹകരണമുണ്ട്, പക്ഷേ ഞങ്ങൾ മുന്നണിയിലില്ല. താങ്കൾ വീണ്ടും തിരുത്തി പറയുന്നു ഞങ്ങൾക്ക് സഹകരണമുണ്ടെന്ന്. ഈ ഒരു മുന്നണിയിൽ തന്നെ പല നേതാക്കന്മാർ പല രൂപത്തിൽ വെൽഫെയർ പാർട്ടി ഇങ്ങനെ സഹകരണമുണ്ട് സഹകരണമില്ല എന്നുള്ള രൂപത്തിൽ സംസാരിക്കുന്നതിൻ്റെ അല്ല, അതൊക്കെ ഞാൻ തന്നെ നിങ്ങൾ പറഞ്ഞ ചില ലീഡേഴ്സിനോടൊക്കെ സംസാരിച്ചു. ഇപ്പോൾ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളായും മീഡിയകളുടെ സംസാരങ്ങൾക്കിടയിലൊക്കെ അത്തരം പലതും വരുന്നുണ്ട്. ഇപ്പം ഞങ്ങൾ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ UDF-ഉമായി സഹകരിച്ച് മത്സരിച്ചിട്ടുണ്ട്, ഒരുപാടിടങ്ങളിൽ വിജയിച്ചിട്ടുണ്ട്, ഒരുമിച്ച് ഭരണം കൈയാളുന്നുണ്ട്. 10ഓളം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരും ചെയർമാന്മാരൊക്കെ നമുക്കുണ്ടായിട്ടുണ്ട്. അതൊക്കെ കേരളത്തിൽ UDF-ഉമായി ചേർന്നുണ്ടാക്കിയ നേട്ടങ്ങളിൽപ്പെട്ടത് തന്നെയാണ്. അതിനെയൊന്നും ആരും നിഷേധിക്കുന്നില്ല. പിന്നെ ഈ സഹകരണം എന്തോ ഒരു ഭീകരപ്രവർത്തനമാണ് എന്ന രീതിയിൽ പലരും ചോദിക്കുമ്പോൾ ചിലർ അറച്ചു പോകുന്നുണ്ടാവും. ഈ അറയ്ക്കൽ മാറ്റിയെടുക്കപ്പെടേണ്ടതാണ് എന്ന് നമുക്ക് സംശയമില്ല. വളരെ സ്മൂത്തായി കൈകാര്യം ചെയ്യാൻ ഇതിന് സാധിക്കണം. പക്ഷേ കേരളത്തിൻ്റെ സാമൂഹിക മണ്ഡലത്തിൽ, രാഷ്ട്രീയ മണ്ഡലത്തിൽ ഒരു ഇസ്ലാമോഫോബിയ ബോധപൂർവം സൃഷ്ടിച്ചിട്ട് അതിൻ്റെ ആ ഒരു മറയിൽ വെൽഫെയർ പാർട്ടിയെ കൊണ്ടുവെക്കുകയാണ്. ഇതാണ് പല മീഡിയകളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെ മറികടക്കണം. അത് മറികടക്കും എന്നതിൽ ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല. ഞങ്ങൾ ഉയർത്തുന്ന ഒരു രാഷ്ട്രീയത്തെ തന്നെ അംഗീകരിച്ചുകൊണ്ടുള്ള ചർച്ചയിലേക്ക് കേരളം വരും. സാമൂഹ്യനീതിക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളിലൂടെ തന്നെ മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനം എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് അതിൻ്റേതായ അംഗീകാരം കിട്ടുന്നുണ്ട്. പിന്നെ ചില ലീഡേഴ്സ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും. ഈ ഖലീൽ ജിബ്രാൻ പണ്ടിൻ്റെ പറയലുണ്ട്, ഗിവ് മാത്രമില്ല ഗിവ് ആൻഡ് ടേക്ക് ആണുള്ളത്. അതായത് അതൊരു രാഷ്ട്രീയത്തിലും ബാധകമാണല്ലോ. കൊടുക്കൽ മാത്രമല്ല, കൊടുക്കലും വാങ്ങലുമാണ്. ആ ലൈനിൽ തന്നെയാണ് വെൽഫെയർ പാർട്ടി എപ്പോഴും മുന്നോട്ട് പോയിട്ടുള്ളത്. ഞങ്ങൾക്ക് നേട്ടമുണ്ടാകുന്ന രൂപത്തിലുള്ള സഹകരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇനിയും അങ്ങനെ മാത്രമേ രാഷ്ട്രീയത്തിൽ സഹകരണങ്ങൾ ഉണ്ടാവുകയുള്ളൂ. മറ്റൊന്നൊരു ആശയപരമായൊരു വലിയ മുന്നേറ്റത്തിൻ്റെ ഭാഗമായി ഞങ്ങൾ സഹകരിക്കാറുണ്ട്. പ്രത്യേകിച്ച് സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയത്തെ മുമ്പിൽ വെച്ചുകൊണ്ടുള്ള സഹകരണം ഞങ്ങൾ ആരുമായും നടത്തും. CPM-ഉമായി നടത്തും, കോൺഗ്രസുമായി നടത്തും, UDF-ഉം LDF-ഉമായി ഞങ്ങൾ നടത്തും. ഇപ്പോൾ കേരളത്തിൽ അത്തരം ചില നിയമസഭാ മണ്ഡലങ്ങളുണ്ടെങ്കിൽ സൂക്ഷ്മ പഠനം നടത്തി
അത്തരം നീക്കുപോക്കുകൾ വെൽഫെയർ പാർട്ടി മാത്രമല്ല UDF LDF വരെ നടത്തണമെന്നതാണ് ഞങ്ങളുടെ ഒരു നിലപാട്. എല്ലാ LDF UDF കൃത്യമായ ഒരു അജണ്ട അടുത്ത തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകേണ്ടത് ഒരു ഇടങ്ങളിലും BJP ജയിക്കാൻ പാടില്ല എന്ന ഒരു അജണ്ട LDF UDF അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകണം. രാജീവ് ചന്ദ്രശേഖരൻ്റെ ഈ നരേഷനെ പൊളിച്ചെടുക്കിക്കൊണ്ട് ഏത് വഴിയിലും BJPക്ക് അക്കൗണ്ട് തുറക്കാനുള്ള നീക്കം തടയണം. ഈ ശ്രമം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നുവെങ്കിൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിക്കില്ലായിരുന്നു. അതേപോലെ തന്നെ കഴിഞ്ഞ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് അത്തരമൊരു നീക്കം നടത്തിയിരുന്നെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJPക്ക് ഭരണം ലഭിക്കില്ലായിരുന്നു. അപ്പോൾ ഇന്ത്യ മുന്നണിയുടെ ആ സ്പിരിറ്റ് ആവശ്യമായ അളവിൽ കേരളത്തിലെ LDF UDF സ്വീകരിക്കണമെന്നതാണ് വെൽഫെയർ പാർട്ടിയുടെ നിലപാട്. പൊതുവെ കേരളത്തിൽ രാഷ്ട്രീയ ചർച്ചകൾ നടക്കുമ്പോൾ ഇപ്പം ഏത് പാർട്ടി ആരുടെ കൂടെ അല്ലെങ്കിൽ ഏതൊക്കെയാണ് പാർട്ടികൾ എന്നുള്ള ചർച്ചകൾ നടക്കും പൊതുവെ പറയുന്നതാണ്. ഇപ്പോൾ വെൽഫെയർ പാർട്ടി, SDPI, PDP. ഇപ്പോൾ PDP LDF പിന്തുണയ്ക്കുന്നു, അല്ലെങ്കിൽ INL LDF പിന്തുണയ്ക്കുന്നു, വെൽഫെയർ പാർട്ടി UDF കൂടെ എന്നുള്ളത്. പൊതുവെ ഈ ഒരു ബ്രാക്കറ്റിൽ, അതായത് വെൽഫെയർ പാർട്ടിയോടൊപ്പം തന്നെ ബ്രാക്കറ്റിൽ വരുന്ന സംഘടനകളുണ്ട് SDPIയും PDPയും INLും ഒക്കെ. അതോടൊപ്പം തന്നെ കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ റെപ്രസെൻറ്റേഷൻ ഉള്ള ഒരു ഐഡൻറ്റിറ്റി പൊളിറ്റിക്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ്. ഇപ്പോൾ ഈ പാർട്ടികളും മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയത്തിൻ്റെ ഒരു പൊതു സ്വഭാവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബഹുജൻ, ദലിത്, ന്യൂനപക്ഷ ഐക്യം എന്നുള്ള രൂപത്തിലാണ്. ഈ പാർട്ടികളുമായിട്ടൊക്കെ വെൽഫെയർ പാർട്ടി എങ്ങനെയാണ് വ്യത്യസ്തമാവുന്നത്? ഞങ്ങൾ ഈ പാർട്ടികളുടെ ലൈനിനോടും അവരുടെ നിലപാടുകളോടുമൊക്കെ പല രൂപത്തിൽ സാദൃശ്യമുള്ള പാർട്ടിയാണ്. അതേസമയം ഒരു സാമൂഹ്യനീതിയുടെ രാഷ്ട്രീയത്തെ കൂടുതൽ ശക്തമായി ഉന്നയിക്കുക എന്നതാണ് ഞങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ ദൗത്യം. ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയിട്ട് ഒരുപാട് വർഷങ്ങൾ പിന്നിട്ടു, പതിറ്റാണ്ടുകൾ പിന്നിട്ടു. എന്നിട്ടും സാമൂഹ്യനീതി എന്ത് യാഥാർത്ഥ്യമായിട്ടുണ്ടോ? ഏതൊക്കെ ജനവിഭാഗങ്ങൾക്ക് അവരുടെ അവകാശങ്ങൾ ലഭ്യമായിട്ടുണ്ട്? ഇന്ത്യൻ ഭരണഘടനയിൽ സംവരണം ഏർപ്പെടുത്തിയത് തന്നെ പുറന്തള്ളപ്പെട്ട കമ്മ്യൂണിറ്റികളെ കൈപിടിച്ചുയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ്. ഇപ്പോൾ ജാതി സെൻസസ് ചർച്ചയാകുമ്പോൾ ഏതൊക്കെ ജനവിഭാഗങ്ങൾ എന്തൊക്കെ നേടി എന്നുള്ള ചർച്ചയാണ് ഉണ്ടായി വരുന്നത്. കേരളത്തിലുൾപ്പെടെ ആ ചർച്ച ഗൗരവത്തിൽ നടന്നാൽ ഇവിടുത്തെ പിന്നോക്ക ജനവിഭാഗങ്ങൾ, മുസ്ലിം കമ്മ്യൂണിറ്റി, OBC ഇവരൊന്നും അവർക്ക് അർഹതപ്പെട്ടതുപോലും നേടിയിട്ടില്ല എന്നാണ് വരിക. അതുകൊണ്ട് സാമൂഹ്യനീതിയുടെ രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു പ്രസ്ഥാനം എന്ന നിലയ്ക്ക് ഇത്തരം വിഷയങ്ങൾ കൂടുതൽ ശക്തമായി ഞങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞ പല പാർട്ടികൾക്കും അത് ആ അർത്ഥത്തിൽ ഉന്നയിക്കാൻ കഴിയില്ല. മുന്നണി രാഷ്ട്രീയത്തിൻ്റെ പ്രതിസന്ധികളും ഉണ്ട്. മുന്നണി രാഷ്ട്രീയം ഒരു സാധ്യതയാണ്, അതേസമയം മുന്നണി രാഷ്ട്രീയം ഒരു പ്രതിസന്ധിയുമാണ്. ഉദാഹരണമായി EWS വന്നു. അഥവാ EWS നമുക്കെല്ലാവർക്കും അറിയാം, അത് ഇവിടുത്തെ സവർണ സമുദായങ്ങൾക്ക് നേട്ടം കിട്ടുന്ന, അവർക്ക് സംവരണാവകാശം കൊടുക്കാൻ വേണ്ടിയുള്ള വളരെ ബോധപൂർവമായ BJPയുടെ ഇടപെടലായിരുന്നു എന്നത്. CPM കേരളത്തിൽ അത് പ്രയോഗവൽക്കരിച്ചു. ആദ്യം തന്നെ ആരാണ് അതിനെ എതിർത്തത്? ഇപ്പോൾ സംവരണ മണ്ഡലങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട നിരവധി MLAമാർ കേരളത്തിലുണ്ട്, MP മാരുണ്ട്. ഇവർക്കാർക്കും ഇതിനെതിരെ നിലപാട് സ്വീകരിക്കാൻ സാധിച്ചില്ല. വെൽഫെയർ പാർട്ടിക്ക് അതിലൊരു പുതിയ കാഴ്ചപ്പാടുണ്ട്. സംവരണ സമുദായങ്ങളിൽ നിന്ന്, സംവരണ മണ്ഡലങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾക്ക് വിപ്പ് ബാധകമല്ലാതെ അവരുടെ സമുദായങ്ങൾക്ക് വേണ്ടിയുള്ള അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാനുള്ള രീതി രൂപപ്പെടുത്തിയെടുക്കണം. വിപ്പിനപ്പുറം നിന്നുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ നിലപാട് സ്വീകരിക്കാൻ കഴിയണം. ഇപ്പോൾ EWSനെതിരെ നിലപാട് സ്വീകരിക്കാൻ ഇവിടുത്തെ SC ST മണ്ഡലങ്ങളിൽ നിന്ന് വന്ന ആളുകൾക്ക് കഴിയണം, മുസ്ലിം ലീഗിന് കഴിയണം. എങ്കിൽ മാത്രമേ ഭരണഘടന ഉറപ്പ് നൽകിയ സംവരണാവകാശങ്ങൾ നിലനിർത്താൻ കഴിയുള്ളൂ. ഇതൊരു ജനാധിപത്യ അവകാശമാണ് എന്ന് അംഗീകരിക്കുമ്പോൾ തന്നെ അവരവരുടേതായ സമുദായങ്ങളുടെ അവകാശങ്ങൾ ഹനിക്കപ്പെടുമ്പോൾ അതിശക്തമായ രാഷ്ട്രീയ പ്രതിരോധം തീർക്കാൻ, വിപ്പിന് അതീതമായ നിലപാടുകൾ സ്വീകരിക്കാൻ കഴിയും വിധമുള്ള ചില പൊളിച്ചെഴുത്തുകൾ ഉണ്ടാകണം. വിജയിച്ചാൽ മാത്രം പോരാ, സംവരണ മണ്ഡലങ്ങളിൽ നിന്ന് ആ സംവരണ സമുദായങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാൻ കഴിയണമെന്നതാണ് ഞങ്ങളുടെ നിലപാട്. ഇത്തരം കാര്യങ്ങളിൽ മറ്റു പാർട്ടികളെക്കാളൊക്കെ ശക്തമായ നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഭൂമിയുടെ രാഷ്ട്രീയം
മറ്റൊരു പാർട്ടിയോടെ ഇത്ര അളവിൽ ഉയർത്തിയിട്ടില്ല. അപ്പോൾ ഇത്തരം ചർച്ചകൾ വരുമ്പോഴാണ് തോമസ് ഐസക്കിൻ്റെ പുസ്തകം വരുന്നത്. അങ്ങനെ ഒരു ചർച്ച ഇനി വേണ്ടതില്ല എന്നാണ്. ഞങ്ങൾ സമരം നടത്തി ഭൂമി ഒരു അവകാശമായി ഉന്നയിക്കുമ്പോഴാണ് ലൈഫ് മിഷൻ പ്രൊജക്റ്റിൽ ഫ്ലാറ്റുകൾ എന്നൊരു കാഴ്ചപ്പാട് CPM ഉയർത്തുന്നത്. അത് തികച്ചും ഞങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, CPM ശ്രമിച്ചത് ഭൂമിയുടെ രാഷ്ട്രീയത്തെ കൂച്ചുവിലങ്ങിടാനുള്ള നീക്കമാണ്. ഇപ്പോൾ CPM ഭൂപരിഷ്കരണം തുടങ്ങിയ ഘട്ടത്തിൽ ഉണ്ടായ ഭൂപരിഷ്കരണത്തിൻ്റെ ഒടുവിൽ അത് നിയമമായി നടപ്പിലാക്കിയപ്പോൾ നൽകിയിട്ടുണ്ടോ? 18 ലക്ഷം ഏക്കർ ഭൂമി ഉണ്ടാകുമെന്ന് പറഞ്ഞ് തുടങ്ങിയ ഭൂപരിഷ്കരണം 95,000 ഏക്കർ ഭൂമി കേരളത്തിലെ ഭൂരഹിതരായ കർഷകർക്ക് കൊടുക്കുന്നിടത്താണ് അവസാനിച്ചത്. പാട്ടകൃഷി രീതിയിലും മറ്റുമൊക്കെ ജമ്മികൾക്ക് കീഴിൽ കൃഷി ചെയ്യുന്ന കർഷകർക്ക് ഭൂമി കിട്ടിയത്. ഒരുപാട് ആൾക്ക് ഭൂമി കിട്ടിയിട്ടുണ്ട്, അതിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ ഭൂരഹിതരായ ആദിവാസിയുടെ പ്രശ്നം CPM-ന് കൈകാര്യം ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഭൂരഹിതരായ ദളിതൻ്റെ പ്രശ്നം കൈകാര്യം ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇത്തരം ചില വിഷയങ്ങളെ ഉയർത്തിക്കൊണ്ടുവന്ന് തന്നെയാണ് വെൽഫെയർ പാർട്ടി മുന്നോട്ട് പോകുന്നത്. പിന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞ ആ പാർട്ടികളുടെയൊക്കെ ഒരു പൊതു സ്വഭാവം, അതിൽ മുസ്ലിം സമുദായത്തിലുള്ള ആളുകൾ കൂടുതൽ വർക്ക് ചെയ്യുന്ന പാർട്ടികളാണ്. എന്തിനാണ് ഈ പാർട്ടികളെ മാത്രം പ്രത്യേകമായ ഒരു ബ്രാക്കറ്റിലിട്ടുകൊണ്ട് കൈകാര്യം ചെയ്യുന്നത്? അതിൻ്റെ കാരണം എന്താണ്? പലരും ചെയ്യും. LDF എന്ന് UDF എന്നൊക്കെ ആ നീക്കുണ്ടാവും. അവിടെ PDP ഉണ്ടെന്ന് പറയും, INL ഉണ്ടെന്ന് പറയും. ഇതാണ് ഇവർ സ്വീകരിക്കുന്ന രീതി. ഈ തൂക്കമൊക്കിപ്പിക്കൽ രീതി കൊണ്ട് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? വിവിധ സമുദായങ്ങൾക്ക് വിവിധ സ്വഭാവത്തിലുള്ള പ്രാതിനിധ്യം പല പാർട്ടികളിലുണ്ട്. ക്രൈസ്തവ സമുദായങ്ങൾ കൂടുതലുള്ള പാർട്ടി ഇടതുപക്ഷത്തിലുണ്ട്, UDF-ലുണ്ട്. പക്ഷെ അതെവിടെയും ചർച്ചയാവില്ല. ചർച്ചയാകണമെന്നല്ല നമ്മൾ പറയുന്നത്. ഇപ്പോൾ നേരത്തെ സജി ചെറിയാൻ മന്ത്രി കാസർകോട്ടെയും മലപ്പുറത്തെയും വിജയിച്ച സ്ഥാനാർത്ഥികളുടെ മതം നോക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. എന്തേ കോട്ടയത്തെ വിജയിച്ച സ്ഥാനാർത്ഥികളുടെ മതം നോക്കണമെന്ന് പറയാത്തത്? അങ്ങനെ പറയണമെന്ന് അഭിപ്രായം ഞങ്ങൾക്കില്ല. രണ്ടും പറയേണ്ടതില്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അതായത് ഒരു സമുദായത്തിലെ ആളുകൾ കൂടുതലുള്ളിടത്ത് അവിടെ ആ സമൂഹത്തിലുള്ള ആളുകൾ ജയിക്കും. UDF-ഉം LDF-ഉം ഒക്കെ അവിടെ ആ ജനവിഭാഗത്തിലുള്ള ആളുകളെയാണ് സ്ഥാനാർത്ഥിയാക്കുക. അങ്ങനെ ജയിച്ചാൽ തന്നെ അബദ്ധം. നേരത്തെ വോട്ട് ചെയ്താൽ അപകടമാണ് എന്നായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ ജയത്തിൻ്റെ സന്ദർഭത്തിൽ ഗോവിന്ദൻ മാഷ് പ്രസംഗിച്ചത്. ഇപ്പോൾ ജയിച്ചാൽ അതും പ്രശ്നമാകുക. മാപ്പ് പറഞ്ഞ് പിന്മാറി എന്നുള്ളതൊരു ശരിയാണ്. പക്ഷേ ആ മാപ്പ് പറഞ്ഞ് പിന്മാറിയാലും ഈ മനസ്സ് അവർ സൂക്ഷിക്കുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. അപ്പം ഇത് BJP-യുടെ ഒരു പൊളിറ്റിക്സാണ്. BJP-യുടെ പൊളിറ്റിക്സ്, അതിൻ്റെ രാഷ്ട്രീയം, അതിൻ്റെ നരേഷൻ എല്ലാ പാർട്ടികളിലേക്കും വന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് കേരളം നേരിടുന്ന ഭവിഷ്യത്ത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കേരളത്തിലെ പൊതുമണ്ഡലങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് മാധ്യമം, പത്രവും അതിലെ പത്രപ്രവർത്തകരും അല്ലാത്തവരുമായിട്ടുള്ള തൊഴിലാളികളും അവരുടെ ശമ്പള വിതരണവുമായി ബന്ധപ്പെട്ട വിഷയം. വെൽഫെയർ പാർട്ടി ഒരു പാർട്ടി എന്ന നിലയിൽ എന്താണ് ഈ വിഷയത്തിൽ വെൽഫെയർ പാർട്ടിയുടെ ഒരു പൊതു നിലപാട്? ഞങ്ങൾ മാധ്യമ പ്രവർത്തകർ ഈ വിഷയങ്ങൾ പത്രസമ്മേളനത്തിലും മറ്റുമൊക്കെ എന്നോട് ചോദിച്ചിരുന്നു. ഇപ്പോൾ മാധ്യമത്തിലെന്നല്ല ഒരു മാധ്യമ സ്ഥാപനങ്ങളിലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകരുത് എന്നാണ് ഞങ്ങളുടെ നിലപാട്. ശമ്പളവും കൂലിയുമൊക്കെ കൃത്യതയിൽ കൊടുക്കുക എന്നത് തൊഴിൽ സ്ഥാപനങ്ങളുടെ നിർബന്ധ കാര്യമാണ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. മാധ്യമത്തിലെ തൊഴിലാളികൾക്ക് അർഹമായ ശമ്പളം തടഞ്ഞു വെക്കപ്പെടരുത് എന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. ഞാൻ ആ വിഷയത്തിൽ ഇടപെട്ടിരുന്നു, സംസാരിച്ചിരുന്നു. തൊഴിലാളി സംഘടനകൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാൻ ആ വിഷയത്തിൽ ഇടപെട്ടത്. പല രീതിയിലുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഇപ്പോൾ മാധ്യമ മാനേജ്മെൻറ്റ് പറയുന്നത് വരുമാനത്തിൻ്റെ കുറവാണ്. സ്വാഭാവികമായും അത്തരം പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ പരിഹരിക്കാനുള്ള എല്ലാ ശ്രമവും നടത്തണം. അങ്ങനെ ഉള്ള ശ്രമം അവർ നടത്തുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഈ സമരത്തിലൂടെ ഉന്നയിക്കുന്ന ആവശ്യങ്ങളെ എത്രത്തോളം പരിഹരിക്കാൻ കഴിയുന്ന അവസ്ഥ ഇപ്പോൾ മീഡിയ സ്ഥാപനങ്ങൾക്കുണ്ട് എന്ന് നമുക്കറിയില്ല. പ്രിൻ്റ് മീഡിയകളൊക്കെ പല രൂപത്തിലുള്ള പ്രതിസന്ധി നേരിടുന്ന ഘട്ടമാണല്ലോ. അപ്പോൾ ഏതായിരുന്നാലും ഒരു മീഡിയ സ്ഥാപനം നിലക്ക് വെൽഫെയർ പാർട്ടി ഉയർത്തുന്ന രാഷ്ട്രീയത്തിനൊക്കെ വലിയ പിന്തുണ നൽകുന്ന മീഡിയ പ്രവർത്തകരുള്ള ഒരു സ്ഥാപനമാണ്. അത് നിലനിൽക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അവിടെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം. എന്തെല്ലാം ചർച്ചകളും വിട്ടുവീഴ്ചകളുമാണ് പരസ്പരം ഉണ്ടാക്കേണ്ടത് എന്ന് നോക്കി രണ്ടു കൂട്ടരും അതിൽ ഇടപെട്ട് പ്രശ്നം പരിഹരിക്കണമെന്നാണ് ഞങ്ങളുടെ നിലപാട്. യൂണിയൻ പ്രവർത്തകരും മറ്റുമൊക്കെ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ
അത്തരം ഇടപെടൽ വെൽഫെയർ പാർട്ടിയുടെ ഒരു പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഞാനും നടത്തിയിട്ടുണ്ട്. ആ ശ്രമങ്ങൾ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകും. അവിടെ ഒരു സമരവും അതുമായി ഉണ്ടപ്പെടുന്ന പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. അതേസമയം സാമ്പത്തിക കാര്യങ്ങളിൽ പ്രതിസന്ധി ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള വഴി എന്ത്, അതിനുണ്ടാക്കേണ്ട ക്രമീകരണങ്ങൾ എന്ത്, അതെല്ലാം ആലോചിച്ച് പുതിയ കാലത്ത് പ്രിൻ്റ് മീഡിയ പ്രത്യേകിച്ച് നേരിടുന്ന പ്രതിസന്ധിയെ മുമ്പിൽ നിർത്തിക്കൊണ്ട് എന്തെല്ലാം പരിഹാരങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്ന് യൂണിയൻ ഭാരവാഹികളും മാധ്യമ മാനേജ്മെൻറ്റും ചർച്ച നടത്തി കൃത്യമായ പരിഹാരങ്ങൾ ഉണ്ടാക്കി പ്രശ്നങ്ങളില്ലാത്ത വിധത്തിൽ മുന്നോട്ട് പോകണം. അതിന് ത്യാഗങ്ങൾ ഇരുഭാഗത്തും സഹിക്കേണ്ടി വരും. അതൊക്കെ തന്നെയാണ് ആ സമരത്തെ പരിഹാരമെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ആ സമരത്തോട് ഒരു പോസിറ്റീവായ സമീപനം തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. സമരത്തെ ഞങ്ങൾ പോസിറ്റീവായി കാണുന്നതോടൊപ്പം തന്നെ അവരുന്നയിച്ച ചർച്ച വിഷയങ്ങൾ വെച്ചുകൊണ്ട് മീഡിയ മാധ്യമത്തിലെ മാനേജ്മെൻറ്റുമായി സംസാരിച്ചപ്പോഴും ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട കാര്യം പ്രതിസന്ധികളുണ്ട്. അത് പരിഹരിക്കാൻ ഇരുകൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ട് ആവശ്യങ്ങൾ മുമ്പിൽ വെച്ചുകൊണ്ട് വേണ്ട ഇടപെടലുകൾ നടത്തി പ്രശ്നം പരിഹരിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. അത് മാധ്യമത്തിൽ മാത്രമല്ല, ഏത് തൊഴിൽ സ്ഥാപനങ്ങളിലും അത് ഉണ്ടാകേണ്ടതാണ്. അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് മീഡിയ സ്ഥാപനങ്ങളിൽ കുറെ കൂടി വലിയ അളവിൽ ഇത്തരം കാര്യങ്ങൾ പരിഗണിക്കപ്പെടണം. മാധ്യമത്തിൽ അതിൽ കൂടുതൽ ശ്രദ്ധ ഉണ്ടാകണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അപ്പോൾ പ്രിൻ്റ് മീഡിയയുടെ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ എന്തെല്ലാം പരിഹാരങ്ങളും വിട്ടുവീഴ്ചകളും അഡ്ജസ്റ്റ്മെൻറ്റുകളുമാണ് യൂണിയൻ്റെ ഭാഗത്തുനിന്നും മാനേജറിൻ്റെ ഭാഗത്തുനിന്നും ഒക്കെ ഉണ്ടാകേണ്ടത് എന്ന് പരിശോധിച്ച് അത് ഉണ്ടാക്കിയെടുക്കണം എന്നാണ് ഞങ്ങളുടെ ഒരു നിലപാട്. ഇത്രയും നേരം നമ്മളുമായി സംസാരിച്ചത് വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ കേരള പ്രസിഡന്റ് റസാഖ് പാലേരിയാണ്. ടൈം ലൈനുമായി രാഷ്ട്രീയ സാമൂഹിക വിഷയങ്ങൾ വളരെ വിശദമായി തന്നെ അദ്ദേഹം നമ്മളോട് ഷെയർ ചെയ്തു. താങ്ക് യു. ഓക്കെ, സുഭാഷൻ.